അതിനെല്ലാം കൊണ്ടുവച്ചല്ലോ. നോട്ടിഫിക്കേഷൻ പോകുന്നില്ല. വന്നു വന്നു. എന്റെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അബി എന്തോടെ എന്നെ ആട്ടുന്നേ? പാന്നോ? പ്രിയ ചേച്ചി സ്ക്രീൻ കാസ്റ്റ് എന്തിനാ കണ്ണു തുറക്കുന്നു? ഞാൻ മിനിഞ്ഞാന്ന് ഇട്ടിരുന്നു. മിനിഞ്ഞാന്ന് ഇട്ടേന് 10 മണിക്കൂർ കിട്ടി വാച്ചവർ. ഭ്രാന്ത. ഇല്ല ഇല്ല. അമ്പുക്കുട്ട വന്നാ? നിനക്ക് ഉച്ചയ്ക്ക് വേറെ പഴയൊന്നുമില്ലടാ. സേമേട്ട ഹായ്. ജഗൻ ബ്രോ ഹായ്. പ്രിയ ചേച്ചി ഹായ് പറയുന്നു. കണ്ടിന്യൂ ചേച്ചി ചേച്ചി ഇവള് ഏത് നേരം ഇപ്പൊ ഇതില് കടക്കാണോ എന്തല്ലേ? അല്ല ഞാൻ 10 മണിക്കൂർ കിട്ടി. അപ്പൊ ഞാനൊരു ഇതിൽ ഇട്ടു മാത്രം. ഇതേ എല്ലാം എഴുന്നേറ്റ് വരുന്നു. നിനക്കൊന്നും ഒരു പണിയില്ല. സാംബ്രോ ഹായ് പറഞ്ഞ അബി എല്ലാം ഉണ്ടല്ലോ. പ്രിയമോളെ ഹായ് പറഞ്ഞ സാമേട്ടൻ. അമ്പു പോയടാ. ട്രോൾ മോനെ RP ഹായ്. എടാ നീ എന്തോടാ ടുഗദറി വരാഞ്ഞേ? സോറി, നീ പുഴുങ്ങി തിന്നോ? സത്യം. ചുജിപ്പാ. അതുകൊണ്ട് നോർമൽ ലൈവ് വ്യൂ ഇല്ല വന്നീന്ന് പറയുന്നുണ്ട്. അത് വേറെ കാര്യം. എന്തെങ്കിലും ആവട്ടെ. RP ഹൊയ് പറയുന്നുണ്ട് സാംബ്രോ. പ്രിയേച്ചി പാ. എടാ നീ ഏറ്റുപിടിച്ചാ ഇപ്പാ? സാംബ്രോ ഓടി വരുന്നുണ്ട് ഒരാള്. രാവിലെ വന്നില്ല കേട്ടാ പന്നി. ഹസ്നിക്കുട്ടി കൊള്ളാന്ന്. ആഹാ, എല്ലാവരും ഇപ്പൊ അതിനെ സ്നേഹിക്കാൻ തുടങ്ങി. ആട്ടുന്നത്. നോട്ടി ഓഫ് ആക്കിയില്ലേ നീ? നോട്ടി ഓഫ് ആക്കിയില്ല. ഇനിയിപ്പോ ഓഫാക്കി പണി കിട്ടുമോ? അഞ്ചുകുട്ട ഹായ്. നിനക്ക് ക്യാമറയുള്ള ഫോണില്ല പറഞ്ഞിട്ട് നീ ഇപ്പൊ ലൈവ് കാണണോ? എന്തോ ഭക്ഷണം കഴിച്ചടി ഫസ്നി. രാഹില മോളെ വിളിക്കുന്ന സാമേട്ടൻ സ്ക്രീനിൽ കാണുന്നു. ഞാനത് അടിച്ചു വിട്ട് ഇനി വരും എന്തോ. എല്ലാവർക്കും വെൽക്കം. ആണ് ഇപ്പൊ കൊടുക്കാറ്. മിടുക്കൻ, വെരി ഗുഡ്. ചേച്ചി ഹോയ്. അഞ്ചു കുഞ്ചു ഹോയ്. സാംബ്രോ ഹോയ്. അയ്യോ, ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് വരുന്നേ? നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. ദേമോള് ഫുഡിയോ ചോദിക്കുന്നു സാമേട്ടൻ. കിടപ്പിലാണ്. ആണോ? രാഹു വിളിക്കുന്നുണ്ട്. RP എന്നാപ്പാ? RP ഇപ്പൊ എഴുതാൻ തുടങ്ങിയോ എന്തോ അല്ലേ? പ്രതിലിപി എഴുതാൻ തുടങ്ങിയോടാ? ഹോയ് 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 ഹൊയ്യാരോ ഹോയ്. ക്യാമറ ഇല്ലാത്തുള്ളൂ, ഫോണുണ്ട്. ക്യാമറ ഇല്ലാണ്ട് നീ എങ്ങനെയാ വീഡിയോ കാണുന്നത്? സാം ചേട്ടാ ടൊമാറ്റോ റൈസ് ഈറ്റിംഗ്. ഹായ് റെജി ബ്രോ ഹായ് ഹായ് ഹായ്. വെൽക്കം വെൽക്കം വെൽക്കം. റെജി ചേട്ടൻ സ്ക്രീൻ കാസ്റ്റിൽ വരുന്നുണ്ട്. ഇപ്പം നോർമൽ ലൈവിലാണ് വരാത്തത്. അതെന്തത്? അഞ്ച് പ്രിയേച്ചി വിളിക്കുന്നു. ഞാൻ കഴിച്ചിട്ട് വരാം. ബായ്. പോയി കഴിച്ചിട്ട് വേടാ. കമന്റ് കാണുന്നുണ്ട് റെജി ബ്രോ. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഞാൻ ഒപ്പം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രീൻ കാസ്റ്റ് ഇട്ടത്. ആരും വരില്ലല്ലോ വിചാരിച്ചു. ഇതിപ്പോ നോർമൽ ലൈവ് പോലെ എല്ലാം കയറി വന്നു. അതെയോ? കമന്റ് കാണുന്നുണ്ട് കേട്ടോ റെജി ചേട്ടാ. RPനെ പിന്നെ അവിടെ കാണുന്നില്ല. ടീമു പിന്നെ നിരത്തി പരക്കെ ഒരു കുന്ന് രചന ഇട്ടിട്ടുണ്ട്. അവൻ ഇടുന്നതല്ല, അവൻ പിന്നെ എൻ്റെ അടുത്ത് കണ്ടോ ചോദിക്കുന്നുണ്ടടാ. ഞാൻ വായിച്ചിട്ടില്ല. ഷിബിൻ ബ്രോ ഹായ്. വെൽക്കം വെൽക്കം. പുതിയ ആളല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് സപ്പോർട്ട് ഗൈസ്. ഞാൻ ഇന്നും വന്ന് മെസ്സേജ് ഇടും, ലൈക്ക് മേടിക്കും. ആണോ രജി ചേട്ടാ? അയ്യോ, കാണാറില്ല കേട്ടോ. ന്യൂ മെമ്പേഴ്സ് ഡബിൾ ടാപ്പ് പ്ലീസ്, സബ് പ്ലീസ് എന്ന് പറയുന്നുണ്ട് രജി ചേട്ടൻ. ഇന്നലെ ടുഗദറിൽ നിങ്ങൾ വന്നില്ല കേട്ടോ. ആരും വരാതിരിക്കാൻ ലൈവ് ഇടുന്നേ. അല്ല, ഞാൻ വിചാരിച്ചേ അങ്ങനെയല്ല സുപ്രു. എനിക്ക് മെസ്സേജ് ഇടും വായിക്കാൻ പറഞ്ഞിട്ട്. ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഷിബിൻ ബ്രോ വൈകിട്ട് 8 മണിക്ക് നമ്മുടെ ലൈവിൽ വരണം കേട്ടോ. ഫേസ് ലൈവ് ഇടാറുണ്ട്, സ്ക്രീൻ കാസ്റ്റ് അല്ലാണ്ട്. അപ്പോൾ എന്തായാലും വരണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പ്രിയ ചേച്ചി ഫസ്നി. രജി ബ്രോ ഓയ് ഫസ്നി.
രാവിലെ പ്ലാച്ചി പറഞ്ഞേ ചേച്ചി വർക്ക് ചെയ്തോ, സ്ക്രീൻ കാസ്റ്റ് ഓൺ ആക്കിയിട്ട് ഞാൻ താഴെ വന്ന് നിൽക്കാന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ആ ഒരു ഇതിൽ ഇട്ടതാണ്. സുജിമോൾ എപ്പോൾ ഇട്ടാലും എത്തും. അതേ സമയട്ടാ, തീർച്ചയായും. ഷിബിൻ ബ്രോ എന്ത് ചെയ്യുന്നു? എവിടെയാണ് വീട്? ഇതിനെ എടുത്ത് അലക്കിയാലോരാ. എന്നെ അലക്കാറായിട്ടുണ്ട്. ടുഗദറിൽ വന്ന് മെസ്സേജ് ഇട്ടു. ആണോ? അയ്യോ, അപ്പൊ റിക്വസ്റ്റ് ഡയറക്റ്റ് അയക്കായിരുന്നു പോസ്റ്റില്. ഞാൻ ഫസ്റ്റ് ടുഗദർ ഇട്ട സമയത്ത് ഒരു 10 മിനിറ്റ് ആരും കയറാണ്ട് വെറുതെ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി സെറ്റ് പറയുന്നുണ്ട്. ട്യൂബ് ലൈറ്റ് ആണ്. ഇനി നീയും കൂടെ പറയാത്തുള്ളൂ. കഥ ഹായ് പറയുന്നുണ്ട് റിജി ബ്രോ. അപ്പളിക്ക് ലൈക്ക് 13 ഓടി വരൂ ഗൈസ്, ലൈക്ക് ഇടൂ, ചാടി വരൂ, ചാടി വരൂ. ഞാൻ ഇടയ്ക്ക് ഇത്തിരി ടൈപ്പും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാറുണ്ടല്ലേ, നീ പറയാറുണ്ട്, ഞാനത് കാര്യമാക്കി എടുത്തില്ല. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ശരിയാണല്ലോ എന്ന്. എന്തായാലും ഞാൻ ഇടയ്ക്ക് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഞാനാ ഭേദം. അത് പറയണ്ട. സുപ്രു ഭേദമൊന്നുമല്ല, സുപ്രു എന്നേക്കാ ട്യൂബ്ലൈറ്റ് ആണ്. ലൈക്ക് 13. താങ്ക് യു രജി ബ്രോ. ഭക്ഷണം കഴിച്ചോ റിച്ചേട്ടാ? സാം ബ്രോ വിളിക്കുന്നുണ്ട്. ഫസ്നി ഹലോ. പ്രിയേച്ചി വിളിക്കുന്നുണ്ട്. ഷിബിൻ ബ്രോ, പ്രിയ മണിയനൻ എൻ്റെ സ്വന്തം ചേച്ചിയാണ്. ലൈക്ക് അടിക്കൂ പറയുന്നുണ്ട് സാമേട്ടൻ. വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ ഗൈസ്. പ്രിയ പോയോ? പ്രിയ ചേച്ചി ഉണ്ടാവും, വാച്ചിങ്ങിൽ ഉണ്ടാവും. പ്രിയ ചേച്ചി, തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊരു ചൊല്ലുണ്ട്, അതിൽ ഏതാടാ തൊമ്മൻ? ഞാനാണോ? പ്രിയ ചേച്ചി ഷിബിൻ എന്ന് പറഞ്ഞ ആള് പുതിയതായിട്ട് വന്നതാണ് ഇപ്പോൾ. ചേച്ചീനെ വിളിക്കുന്നത്. കഴിക്കാൻ സമയമായില്ല ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ആണോ? അതെ അതെ ഷിബിൻ ബ്രോ. എൻ്റെ അമ്മ, ചേച്ചി, ഹസ്ബൻഡ്, ചേച്ചിയുടെ ഹസ്ബൻഡ് ഒക്കെ ലൈവിൽ വരാറുണ്ട്. എല്ലാവരും പരിചയപ്പെടുത്തരാം. രജി ബ്രോ ഹായ് ഹായ് ഹായ്. രാഹു ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നത് പ്രിയ ചേച്ചി. തൊമ്മൻ പ്രിയ ചേച്ചി. ഓ, അപ്പൊ തമ്മിൽ ഭേദം തൊമ്മനാണ് ഭേദം എന്നല്ലേ? ഓ ശരി ശരി, ഓക്കെ. എന്നാലും ഫസ്റ്റ് ആ അവാർഡ് കിട്ടിയത് പ്രിയ ചേച്ചിക്കാണ്. രജിമമ്മ വിളിക്കുന്നുണ്ട്. പ്രിയ ചേച്ചി ഉള്ളതിൽ ഭേദം പ്രിയ ചേച്ചിയാണെന്നാണ് അർത്ഥം. ലൈവ് ഫാമിലി ആണോ ചോദിക്കുന്നുണ്ട്. ഫാമിലിയും വരാറുണ്ട്. പിന്നെ ബാക്കി കമന്റ് ചെയ്യുന്നവരൊക്കെ നമുക്ക് ലൈവിൽ നിന്നും കിട്ടിയ ഫാമിലി മെമ്പേഴ്സാണ്. അവര് ഡെയിലി ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്കും എൻ്റെ ചേച്ചിക്ക് ചാനലുണ്ട് ഷിബിൻ ബ്രോ. അപ്പൊ പിന്നെ അമ്മയും ഹസ്ബൻഡും ഒക്കെ വരാണ്ട് പറ്റൂലല്ലോ. പ്രിയമ്മ പറയുന്നുണ്ട് ബ്രോ. പ്രിയമ്മ എന്ന് ഉണ്ണി വിളിച്ചിട്ട് ഇപ്പൊ എല്ലാരും PMA ആയി. എന്ത് ചെയ്യാ? ഷിബിൻ ബ്രോ ഒരു കുടുംബമാണ് എന്ന് പറയുന്നുണ്ട്. അതെ അതെ. പിന്നെ ലൈവിൽ വന്ന് നമ്മുടെ ഫാമിലി ആയവരാണ് ബാക്കി എല്ലാവരും. അപ്പൊ അവരും നമ്മുടെ ഫാമിലിയാണ്. രജിമ മങ്ങൾ തേച്ച് പറയുന്നുണ്ട്. പ്രിയ ചേച്ചി ഒരു കോഴിയുടെ ലെവലിലോട്ട് വരുന്നുണ്ട് ഇപ്പം. അത് നിങ്ങളിപ്പോ അല്ലേ ട്യൂബ് ലൈറ്റ് ആണെന്ന് തെളിയിച്ചത് എന്ന്. ഓ അങ്ങനെ, അടിപൊളി പറയുന്നത്. ഷിബിൻ ബ്രോ എന്താണ് വർക്ക്? ഭക്ഷണം കഴിച്ചോ? തേച്ചു പറയുന്നുണ്ട് രജേട്ടൻ. പ്രിയ ചേച്ചി പിന്നെ മുമ്പേ തെളിയിച്ചു എങ്കിലും ഇപ്പൊ ബോധം പ്രിയ ചേച്ചിക്കാണെന്ന് തെളിയിച്ചു. ഭേദം. ഓക്കെ ഓക്കെ. ഷിബിൻ ബ്രോ കൂടിക്കോ പറയുന്നുണ്ട്. അതെ അതെ, നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളൂ. ഞാനും ജോയിൻ ആയി ഫാമിലിയിൽ എന്ന് പറയുന്നുണ്ട്. പിന്നല്ല, നമുക്ക് വൈകിട്ടാണ് ഫേസ് ലൈവ് ഇടാറ് കേട്ടോ. 8 മണി തൊട്ട് 10 മണി വരെ. നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെച്ചിട്ട്, ഇനി നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും തിരഞ്ഞു വരണേ. സുജിമോളെ ഇത് ഓഫ് ആക്കണ്ട കേട്ടോ പറയുന്നുണ്ട്. ഇല്ല സാമേട്ട, ഞാൻ സ്ക്രീൻ കാസ്റ്റ് ഒരു 1 hour ഇടാന്ന് വിചാരിക്കുന്നുണ്ട്. അതിലിവിടെ കിടക്കട്ടെ. സാമേട്ട ഭക്ഷണം കഴിച്ചാ? ചേച്ചി ഹായ് ഹായ്. അനീഷു എന്തുവാടാ രാവിലെ ലൈവിൽ വരാൻ? നീ തിരക്കാണാ? ആണോ? സുജിക്ക് തോന്നിയോ ചോദിക്കുന്നുണ്ട്. തോന്നി തോന്നി രുചിയേട്ടാ. ഷിബിൻ ബ്രോ ഹോയ് പറയുന്നുണ്ട്. ഫസ്നി കുക്കു ഹായ് 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 ഹായ്. പ്രിയ ചേച്ചിയെ, സുചേച്ചിയെ ഹായ് ഡാ. വാട ക്ലാസ്സില്ലേ കുക്കൂസ്? പറഞ്ഞ് എന്നെ ലൈവിൽ ഫോറസ്റ്റ് ഹെന്നാക്കി. സൂര്യനെ കണ്ടാലും രജിച്ചേട്ടനെ കണ്ടാലും ആണ് ചേച്ചി ഫോറസ്റ്റ് ഹെൻ. ആർട്ടിസ്റ്റ് ആണ്. ആണോ? വരയ്ക്കുവോ? എന്ത് ആർട്ടിസ്റ്റ് ആണ് ഷിബിൻ ബ്രോ? അനീഷ് ഹോയ് പറയുന്നുണ്ട്. ഫസ്നി ഷിബിൻ ബ്രോ വെൽക്കം എന്ന് പറയുന്നുണ്ട്. പ്രിയ ചേച്ചി രാവിലെ പല്ലുവേദന ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, അതാണ് രാവിലെ. ആണോടാ? ഓക്കെ ഓക്കെ ഓക്കെ. നീ ഭക്ഷണം കഴിച്ചാ? കേട്ടില്ലേ പ്രിയ? സുജി വരെ പറഞ്ഞു കുക്കൂസ് ഹായിടാ പറയുന്നു പ്രിയ ചേച്ചി പാവം കുട്ടിയാണ്, ഫോറസ്റ്റ് ഹെന്നൊന്നുമല്ല. ഫസ്നി അതിന്റെ ബാക്കി കമന്റും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്ത ഹായ് എന്ന് പറയുന്നുണ്ട്. അനീഷ് രജി ബ്രോ എനിക്കും കിട്ടിയ ആട്ട് എന്ന് പറയുന്നുണ്ട്. കുക്കുമോളെ ഹായ് പറയുന്നുണ്ട്. സാമേട്ടൻ വരയ്ക്കലാണോ ഷിബിൻ ബ്രോ? അടിപൊളി. അപ്പൊ ചാനലാണോ ഇത് ഷിബിൻ ബ്രോ? ചാനലിൽ വരച്ച് അപ്ലോഡ് ഒക്കെ ചെയ്യാറുണ്ടോ? തിരിച്ച് സപ്പോർട്ട് ചെയ്യാട്ടോ. എന്നെ വളച്ചൊടിച്ച് തേച്ചു എന്ന് പറയുന്നുണ്ട്. ആണോ? അനീഷ് ബ്രോ
സൂര്യനെ കിട്ടിയപ്പോഴാണ് പ്രിയ ചേച്ചി തേച്ചത്. രാഹുവിനെ പൊക്കി താഴെ ഇടോ, അത് ഉറപ്പാണല്ലോ. അനീഷ് ഹായ്. ഹായ് കുട്ടൻ ബ്രോ, വെൽക്കം വെൽക്കം വെൽക്കം. குட்டன் ப்ரோ, இது ஸ்க்ரீன் காஸ்ட் லைவ். நான் ஒர்க் பண்ணிட்டு இருக்கேன், அதனால ஸ்க்ரீன் காஸ்ட் ஆன் பண்ணியிருக்கேன். என்னோட சேனல் வந்து இன்னும் மோனடைசேஷன் ஆகலை. ஸோ வாட்ச் அவர் கம்ப்ளீட் பண்ணுறதுக்கு நான் இப்படியெல்லாம் பண்ணிட்டு இருக்கேன். நீங்கள் ஏன் யோசிக்கிறீங்க? രജിൻ മാമനാണ് എന്നെ തേച്ചത് എന്ന് പറയുന്നുണ്ട്. ഇല്ല ഇല്ല, കാര്യത്തിലില്ല പ്രിയ ചേച്ചി. ഇതിപ്പോൾ നോർമൽ ലൈവിനേക്കാൾ നിങ്ങൾ കമന്റ് ഇടുന്നു ഗൈസ്. ഞാൻ എങ്ങനെ ടൈപ്പ് ചെയ്യും? ഷിബിൻ ഹായ് പറയാൻ സാമേട്ടൻ. സൂര്യമോൻ അവൻ തേച്ച് ചാനലല്ല. അതെയോ? അപ്പം ചാനൽ തുടങ്ങായിരുന്നില്ലേ ഷിബിൻ ബ്രോ? വരയ്ക്കുന്നതൊക്കെ എടുത്തിട്ടാൽ നല്ല റീച്ച് കിട്ടുമല്ലോ. കുട്ടൻ വണക്കം പറയുന്നുണ്ട് പ്രിയ ചേച്ചി. ലഞ്ച് ബ്രേക്ക് ആണ്. ക്ലാസ്സിൽ നിന്നാണോ ഈ ഫോണും കണ്ടുകൊണ്ടിരിക്കുന്നത് കുക്കൂസെ? എനിക്ക് വയ്യ. കുക്കൂസ് എന്താ ഫുഡ്? ഞാൻ മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ്, ഹോസ്പിറ്റലിലാണ്. ഓക്കെടാ മുത്തുമണി, ഓക്കെടാ. കുട്ടൻ എനിക്കും ഉണ്ട് ഒരു ചാനൽ, വരുന്നോ അങ്ങോട്ട്? ലൈവ് ഇല്ല എന്നേ ഉള്ളൂ പറയുന്നുണ്ട്. അതെ അതെ, ക്ഷണിക്കുന്നു കുട്ടനെ. ഹായ് സൺജി പറയുന്നു. ഷിബിൻ ബ്രോ സാമേട്ട ഹായ് പറയുന്നുണ്ട്. അനീഷ് ഞാനിപ്പോ തേച്ചു, തിരിച്ചു മണി ബ്രോയെ ഏൽപ്പിച്ചു. തിരിച്ച് അവിടെ കൊണ്ട് ഏൽപ്പിച്ചാ ചേട്ടാ? അടുത്താ പ്രിയ ചേച്ചി എന്നെ മൈൻഡാക്ക്. അടുത്ത ആള് പ്രിയേച്ചി. അനീഷ് പരാതി തുടങ്ങുന്നു. ഞാൻ അവിടെ നിന്ന് ചാടി സൂര്യയുടെ അടുത്തായി. രജിമാമ പറയുന്നുണ്ട്. അനീഷ് ഗുഡ് എന്ന് പറയുന്നുണ്ട്. ഫസ്നി ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ യൂട്യൂബ് എന്ന് പറയുന്നുണ്ട്. ആണോ? എന്ന ചാനൽ തുടങ്ങി, നമ്മൾ എല്ലാവരും കൂടെ വന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. യോ അനീഷ് മോനെ വിളിക്കുന്നുണ്ട് പ്രിയ ചേച്ചി. മണിയേട്ടൻ ഇന്നലെ എടുത്ത് കളഞ്ഞ്. എന്ത് ചെയ്യാ, പ്രിയ ചേച്ചിനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഏൽപ്പിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റാത്ത സാധനമാണത്. എന്ത് ചെയ്യാ? ഓ മൈ ഗോഡ്. ഓ ഫുഡ് എഗ്. സാമേട്ടൻ അനീഷ് മോനെ വിളിക്കുന്നുണ്ട്. ആട്ട് കേട്ട് മടുത്തു. രജി ബ്രോ ഇന്നലെ ടുഗദർ വരായിരുന്നു കേട്ടോ. നിങ്ങൾ ഇല്ല. ജയരാജ് ബ്രോനെ കിട്ടിയില്ല. ബിന്ദുമ്മ ലൈവ് കാണാൻ വന്നു, കയറാൻ പറ്റില്ല എന്ന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായി. പ്രിയ ചേച്ചി മണിയേട്ടന്റെ മാല ഊരാൻ കാത്തു നിൽക്കുവാണ് ആട്ടാൻ എന്ന് പറയുന്നു. മണിയേട്ടൻ മാല ഊരിക്കഴിഞ്ഞാൽ ആട്ടാൻ കുറെ പേരുണ്ട്. ധന്യ ചേച്ചി, സന്ധ്യ ചേച്ചി, യാ പാറി പാറി നടക്കും പറയുന്നുണ്ട്. ഫസ്റ്റിന് ചിരിക്കുന്നു. എടി കഴിച്ചോടി നീ. സത്യം രാഹു സ്വാമി ചരണം പറയുന്നുണ്ട്. പ്രിയ ചേച്ചി ആണോ സെലിബ്രിറ്റി? പ്രിയ ചേച്ചി അത്യാവശ്യം സെലിബ്രിറ്റി ആണ്. 40,000 ഫോളോവേഴ്സ് ആവാറായിട്ടുണ്ട്. അത് മോണിറ്റൈസേഷനൊക്കെ ആയ ചാനലാണ് ഷിബിൻ ബ്രോ. അവിടെയും ഡെയിലി ലൈവ് ഉണ്ട്, സപ്പോർട്ട് ചെയ്യണം. കഥാ മണി ബ്രോ ഇനി മാല ഊരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതെ അതെ. ഇതാരാ അപ്പോ ഷിബിൻ ബ്രോ? നിന്റെ ചാനൽ നോക്കിയിട്ടുണ്ടാവൂടി. സെലിബ്രിറ്റി പ്രിയ ചേച്ചിയാണ് എന്ന് പറയുന്നുണ്ട്. രജി ബ്രോ എൻ്റെ അറിവിൽ ഇനി മണിയേട്ടൻ നാട്ടിലേക്ക് ഇല്ല എന്നാണ് എന്ന് പറയുന്നുണ്ട്. ഞാനും ഫോളോ ആയി അവിടെ പറയുന്നുണ്ട്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച് ഷിബിൻ ബ്രോ. കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഈ വഴി വരുമായിരിക്കും. മിക്കവാറും ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് കൊണ്ടാണ് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വന്നേനെ. അപ്പം അമ്മ വന്നാൽ അമ്മേനെയും പരിചയപ്പെടുത്തരാട്ടോ. ഷിബിൻ ബ്രോ ഞാനും ചാനലാണ് എന്ന് പറയുന്നുണ്ട് ഫസ്നി. നിന്നെ അവൻ എങ്ങനെ സെർച്ച് ചെയ്യൂടാ? കഥകൾക്കായി ഒരിടന്ന് സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് അറിയില്ലല്ലോ. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. 3 ഡേ ഓൺലൈൻ 3 ഡേ ഓഫ്ലൈൻ. സ്റ്റുഡൻറ്റിന് ഫോൺ അലൗഡ് അല്ല. എല്ലാവരുടെയും ഫോണ് എൻ്റെയിലുണ്ട്. ഞാൻ ടീച്ചേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ കുക്കൂസ് ടീച്ചറാണോ? ആഹാ ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു പഠിക്കുന്ന കൊച്ചാണെന്ന്. ഓക്കേടാ. അത് ഞാൻ അറിഞ്ഞില്ല. എത്രാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നേ? എന്നെ സെലിബ്രിറ്റി എന്ന് പറയുന്നത് കുറെ കൂതർ ആങ്ങളമാരാണ് കളിയാക്കി കൊല്ലാൻ. അതിൽ പെട്ട വല്ലതും ആണോ ആവോ? അല്ല ഷിബിൻ ബ്രോ പുതിയ ആളാടി, സെലിബ്രിറ്റി അല്ല പറയുന്നുണ്ട്. ഫസ്റ്റ് ഇതേ ചിരിക്കണ്. ഓക്കെ സപ്പോർട്ട് ഉണ്ട് കഥകൾക്കായി പറയുന്നുണ്ട്. ഷിബിൻ ബ്രോന്റെ നാട് എവിടെയാണ്? സെലിബ്രിറ്റി ആയി അപ്പാ, സെലിബ്രിറ്റി ആയി ഇങ്ങനെ ആട്ട് കിട്ടും, അങ്ങനെ ഒരു ഗുണമുണ്ടെന്നൊക്കെ. ഷിബിൻ ബ്രോ എൻ്റെ പേര് എങ്ങനെ തന്നെ സെർച്ച് ആക്കിയാൽ മതി കിട്ടും പറയുന്നുണ്ട്. കഥകൾക്കായി ഒരിടം. ഞാൻ ന്യൂ മെമ്പർ ആണ് എന്ന് പറയുന്നുണ്ട്. ഇന്ന് വന്നാണ് ഷിബിൻ ബ്രോ. ഡെയിലി ലൈവിൽ നമുക്ക് 2-3 പേരെ പുതിയതായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അവർ നമ്മുടെ കൂടെ കൂടാറുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചോ? എൻ്റെ ടൈപ്പിംഗ് നടക്കുന്നില്ല. കമന്റ് വായിച്ചിരുന്നു. രജി മാമ നിങ്ങൾക്ക് മിനിയുടെ കൂടെ പൊക്കൂടെ? നിങ്ങൾ എന്താ ഇവിടെ പൊത്തോ വയ്യ. ഇത്ര എങ്ങനെ സെർച്ച് ആക്കും പറയുന്നുണ്ട്.
കോപ്പി പേസ്റ്റ് ചെയ്യാനും പറ്റില്ലല്ലോ ലൈവിന്ന്. കഥകളുടെ രാജകുമാരി എന്നാണ് ചാനലിന്റെ പേര്. കഥകളുടെ രാജകുമാരി ഇത് മലയാളത്തിലാണോടാ? അതും കൂടെ പറഞ്ഞു കൊടുക്ക്. ചവട്ട കഴിച്ചു പറയുന്നുണ്ട്. മിനി ആരാണ്? എനിക്ക് ആരാന്നറിയോ പ്രിയ ചോദിക്കുന്നുണ്ട്. ആരാ അത് രജി ബ്രോ? എന്റെ പേരെടുത്ത് സെർച്ച് ആക്ക് ബ്രോ പറയുന്നുണ്ട്. രജി മാം ആരാ ആരാ? കഥയുടെ ഒറിജിനൽ നെയിം എന്താ? കഥയുടെ ഒറിജിനൽ നെയിം ഫസ്നി. കഥകളുടെ രാജകുമാരി. അവള് നിറയെ എഴുതാറുണ്ട്. പ്രതിലിപിയിലൊക്കെ അക്കൗണ്ട് ഉണ്ട്. ചിത്രങ്ങളെ വരച്ചിട്ട് എവിടെയാണ് അപ്ലോഡ് ചെയ്യുന്നത്? ഇൻസ്റ്റാഗ്രാമിലാണോ അതോ ഡയറക്റ്റ് ആയിട്ടാണോ? ഷിബിൻ ബ്രോ ഹലോ, ഞാൻ വന്നടാ. വായോ വായോ വായോ. പ്ലാച്ചി ഭക്ഷണം കഴിച്ചാ? മലയാളത്തിൽ കഥകളുടെ രാജകുമാരി. അങ്ങനെ സെർച്ച് ചെയ്താൽ മതി. നിങ്ങളുടെ ചേച്ചിയാണ്. ഓ എന്റെ ചേച്ചി. എന്റെ ചേച്ചി തന്നെയാണോ മിനി? ആഹാ കൊള്ളാലോ. പ്ലാച്ചി ഹായ് പറയുന്നുണ്ട്. സാമേട്ടൻ പല പേരാണ്. ഫസ്നി റാഹില അങ്ങനെ അങ്ങനെ. സാമേട്ട ഹലോ ഫുഡ് കഴിച്ചിനോ ചോദിക്കുന്നുണ്ട്. പ്ലാച്ചു മോനെ വിളിക്കുന്നത് പ്രിയ ചേച്ചി. പ്ലാച്ചി ഹോയ് പാ. പിന്നെ ആട്ടി. കഥകളാണോ? നമ്മൾ രണ്ടും ആർട്ടിസ്റ്റ് ആണോ? അതെ അതെ, ഫസ്നി ആർട്ടിസ്റ്റ് ആണ്. അവള് കുറേ എഴുതും. പ്രതിലിപിയിലൊക്കെ എഴുതി അതിലൊക്കെ മോണിറ്റൈസേഷൻ ആയ ചാനലാണ്. അതുപോലെ യൂട്യൂബില് അവളുടെ ഒരു ചാനലില് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം ആളൊന്ന് അടങ്ങിയിരിക്കുന്നു. തിരിച്ചു വരും അല്ലേ ഫസ്നി? യെസ് ഷിബിൻ ബ്രോ പറയുന്നുണ്ട്. ഞാനല്ല പിശാശ്. ഓ വേറെ ചേച്ചിയോ? വാർക്കപ്പണിക്കാരും ചിലപ്പോ ആവും മിനി പറയുന്നുണ്ട്. അതെനിക്ക് അറിയാം റിജി മാമ പറയുന്നുണ്ട്. ഫുഡ് കഴിച്ച് പെട്ടെന്ന് തന്നെ ദഹിച്ചു പോയി. എന്തുവാടാ അങ്ങനെ ആട്ട് കിട്ടിയിട്ടാണോ പ്ലാച്ചു? അടിപൊളി. DC കവർ എഡിറ്റിംഗിൽ ആയിരുന്നു പറയുന്നുണ്ട്. അയ്യോ ഒരു ഫോൺ വരുന്നുണ്ട്. അത് എന്റെ കസ്റ്റമർ അല്ല. പ്രതിലിപിൽ 2K+ ഫോളോവേഴ്സ്, 1 മില്യൺ വായനക്കാരുണ്ട് എന്ന് പറയുന്നുണ്ട്. കൊച്ചു തന്നെയാണ് ചേച്ചിയെ. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് ആണ് പഠിപ്പിക്കണേ. പ്രോസസ്സിംഗ് ടൈം എടുക്കും ജർമ്മനിക്ക് പോവാൻ. അവിടെ പഠിക്കാൻ പോവാണ്. അപ്പൊ എക്സാം പാസ് ആയപ്പോ ടച്ച് വിട്ട് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് പഠിപ്പിക്കാൻ കയറിയവരുണ്ട്. ആഹാ മിടുക്കി മിടുക്കി. ഓ ജർമ്മനിയിലൊക്കെ പോവല്ലേ വൈകാണ്ട്. മിടുക്കി. യെസ് എന്ന് പറയുന്ന ഫസ്നി. ഞാൻ ഒരുപാട് ബുക്സ് വായിക്കും പറയുന്നുണ്ട്. ആണോ? എന്നാൽ ഷിബിൻ ബ്രോ പ്രതിലിപിയിൽ അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് ഇവളെന്നെ ഫോളോ ചെയ്യേ. അങ്ങനെയാകുമ്പോൾ കുറെ വായിക്കാലോ. നല്ല സ്റ്റോറീസ് ആണ് ഫസ്നീന്റെ. ഗുഡ് സ്റ്റോറീസ്. പ്രിയ ചേച്ചി ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട്. പ്ലാച്ചോ പുതിയ കൂട്ടം ലൈക്ക്. ഇതാരണത്? വിഷ്ണു ചേട്ടാ. ഞാൻ ഇന്ന് കോട്ട് ഇടണമെന്ന് വിചാരിച്ചു. പിന്നെ എഴുതാനും സ്ക്രീൻഷോട്ട് എടുക്കാൻ ടൈം കിട്ടിയില്ല. ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വേഗം അങ്ങോട്ട് ഇത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട്. വിഷ്ണു ചേട്ടാ ഇത് ഭക്ഷണം കഴിച്ചാ? രാഹു സെലിബ്രിറ്റി പറയുന്നുണ്ട്. അതെ. പ്ലാച്ചി മോനെ ഫുഡിയോ സാമേടൻ ആഹാ പറയുന്നുണ്ട്. പ്ലാച്ചി ഗെറ്റ് ഔട്ട് എന്ന് പറയുന്ന പ്രിയ ചേച്ചി. ഫസ്നിത്ത ഹലോ സ്നേഹം കൊണ്ട് വരുന്നുണ്ട്. സുജിമോൾ കഴിച്ചോ? ഞാൻ കഴിച്ചില്ല സാമേട്ട. ഞാനൊരു റിപ്പോർട്ട് റെഡിയാക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. ഇടയ്ക്ക് ഫോൺ നോണ്ടുന്നത് കൊണ്ട് അത് കഴിയുന്നില്ല. ഞാൻ ഇന്ന് മുതൽ സെലിബ്രിറ്റി ആണ് പറയുന്നുണ്ട്. ആണോ റജി ബ്രോ? ഇത് ഏത് ടൈം പാസ്? ഇത് വിഷ്ണു ചേട്ടൻ. ഓക്കെ ബൈ രജി ബ്രോ. ഇത്തവണ സ്റ്റോറി ഒരു പാർട്ടാണ് ഈ മാസം ഇട്ടത്. എന്നിട്ട് 600+ ക്യാഷ് വന്നു നവംബറിൽ. മിടുക്കി മിടുക്കി. നീ അത് കണ്ടിന്യൂ ചെയ്യടാ. ന്യൂ മെമ്പേഴ്സ് ഡബിൾ ടാപ്പ് പ്ലീസ് എന്ന് പറയുന്നുണ്ട് രജി ബ്രോ. എനിക്ക് പിൻ ചെയ്യാൻ ഒരു വഴിയില്ല രജി ചേട്ടാ. വേറെ ഫോണിൽ എൻ്റെ ഈ ID ഇല്ല. പ്രതിലിപി എടുത്താൽ ഇയാളുടെ അക്കൗണ്ട് പറയാന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയായിരിക്കും ഇല്ലടാ, കഥകളുടെ ലോകം തന്നെ ആയിരിക്കും തോന്നുന്നുണ്ട്. ലൈക്ക് കമന്റ് സബ് എന്ന് പറയുന്നുണ്ട് രജി ബ്രോ സെലിബ്രിറ്റി ആണെന്ന് പറയുന്നുണ്ട് വിഷ്ണു ചേട്ടൻ. അതന്നെ പറയുന്നുണ്ട് ഫസ്നി. രജി ബ്രോ ടാറ്റ. ഭക്ഷണം കഴിച്ചാ? ഇക്കാന്റെ രാജകുമാരി എന്നാണ് പ്രതിലിപി ID. ഇക്കാന്റെ രാജകുമാരി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. ഇതല്ല ചാനൽ. ആരും കയറി കൂട്ടാക്കല്ലേ പറയുന്നുണ്ട്. അതെ വിഷ്ണു ചേട്ടന്റെ ചാനലിന്റെ പേര് ഇതല്ല കേട്ടോ. രാവൻജി ഹായ് പറയുന്നുണ്ട്. ശ്യാമേട്ടൻ ടൈമു ഹോയ് പറയുന്നുണ്ട് ഫസ്നി. ഓക്കെ തീർച്ചയായും വായിക്കുന്നു പറയുന്നുണ്ട്. റാവു ബ്രോ വിളിക്കുന്നുണ്ട്. രജി ബ്രോ. സാം ബ്രോ വിളിക്കുന്നുണ്ട്. വിഷ്ണു ചേട്ടൻ ഇത് ഏത് ഫേക്ക് ടൈം പാസ് എന്ന് പറയുന്നുണ്ട്. ആണോ വിഷ്ണു ചേട്ടൻ അല്ലേ ഇത്? അതെ ചേച്ചിയെ എന്ന് പറയുന്നുണ്ട്. ടൈം ആകട്ടെ പറയുന്നുണ്ട്. പ്രിയ ചേച്ചി ലൈവ് നടക്കുമല്ലേ ടൈമു പറയുന്നുണ്ട്. എനിക്കറിയാത്ത വിഷ്ണു ചേട്ടനോ? അപ്പൊ ഇതല്ലേ ID? ഫുഡിയോ പ്രിയ ചേച്ചി? ചേച്ചി കുക്കൂസെ ഫുഡ് കഴിച്ചില്ലടാ. ഞാൻ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പ്രിയ ചേച്ചി ഇതല്ലേ ID?
ആ ഈ മന്ത് എന്തായാലും എഴുതി തുടങ്ങണം എന്ന് പറയുന്നുണ്ട്. ടൈം ഔട്ട് ആക്കാനുള്ള ധൈര്യം എൻ്റെ അനിയത്തിക്ക് ഉണ്ടെങ്കിൽ ചെയ്യ്, ഞാൻ കാണട്ടെ എന്ന് പറയുന്നുണ്ട്. ലൈക്ക് സബ് സാമേടൻ. ഓ ഇത് എൻ്റെ അവിഞ്ഞ ഐ ഡി. ഓ ഇത് ഏതാ അവിഞ്ഞ ഐ ഡി മനുഷ്യ ചോദിക്കുന്നുണ്ട്. രായകുമാരി അതല്ലേ ന്യൂ സബ് എന്ന് പറഞ്ഞത്. കുറെ ഐ ഡികളിൽ ഒരെണ്ണമായിരിക്കും പ്രിയേച്ചി. കോണ്ടന്റ് ഉണ്ടോ എഴുതാൻ ചോദിക്കുന്നുണ്ട്. കണ്ടന്റ് ഉണ്ടോന്നോ? ഞങ്ങൾ കുറെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ബുക്കിംഗ് ആണ്. ഫസ്നിത്ത ഇന്നലെ ബന്ദിനോ ചോദിക്കുന്നുണ്ട്. ഫസ്നി ഫുള്ള് ടുഗദറിലുണ്ടായിരുന്നടാ. അവള് പിന്നെ മുന്നേ പറഞ്ഞിരുന്നു ഫേസ് കാണിക്കാൻ പറ്റാത്തോണ്ട് വരൂല എന്നുള്ളത്. ഷിബിൻ ബ്രോ തുടർക്കഥയാണ്, ലവ് ഫാമിലി സ്റ്റോറി പറയുന്നുണ്ട്. വായിക്കണം വായിക്കണം. ഇങ്ങനെ എടുത്ത് മിണ്ടാതെ കളഞ്ഞാൽ മതിയായിരുന്നു. വിഷ്ണു ചേട്ടന്റെ കുറെ ഐഡിയ ഉണ്ടല്ലോ പ്രിയ ചേച്ചി. അപ്പൊ അതിലെ ഏതെങ്കിലും ഒരു ഐഡിയ ആയിരിക്കണം അല്ലേ? ആയിരിക്കാം, ആണ്. പിന്നെ ഇതിൽ സബ് ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതല്ല മെയിൻ അക്കൗണ്ട്, വേറെയാണ്, വേറെ ചാനലാക്കി വിഷ്ണു ചേട്ടൻ. ടുഗദറിലെ എൻ്റെ ഗുരുവാണ് വിഷ്ണു ചേട്ടൻ. അയ്യോ, വിഷ്ണു ചേട്ടൻ്റെ വാച്ചവറിൻ്റെ കഥ കേട്ടിട്ടാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ, അതെ അതെ അതെ. പ്ലാച്ച് ഇന്നലെ വന്നു ടൈപ്പിംഗ്, പിന്നെ ലാസ്റ്റ് ആയപ്പോൾ പോയി പറഞ്ഞു. ജാർവി വാടാ വാടാ വാടാ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്നിട്ട് അറിയാതെ ഫേക്ക് ആണെന്ന് വിചാരിച്ചെന്ന് പറയാലോ എന്ന്. പ്രിയ ചേച്ചി നല്ലത് കിട്ടും മുണ്ടണ്ട പറയുന്നുണ്ട്. ജാർവി ഹോയ് പാ, രാഹില ചേച്ചി വിളിക്കുന്നുണ്ട് ജാർവി. ഏയ് ബ്ലൂക്കാരുടെ മയമാണല്ലോ ഒന്ന്. പ്രിയ ചേച്ചിയെ വിളിക്കുന്നുണ്ട് ജാർവി. ആയിക്കോട്ടെ, എന്നാലും ഇത്ര ടൈം പാസ് തോറ്റു പറയുന്നുണ്ട്. ചേച്ചിയെ വിളിക്കുന്നുണ്ട്. പറയടാ ജാർവി, ഭക്ഷണം കഴിച്ചാടാ? അല്ല, ജാർവിസ് വന്നു പറയുന്നുണ്ട്. ജാർവിസെ പ്ലാച്ച് ഇവിടെ ഉണ്ട്, കൊടുക്കടാ നാലാട്ട്. ഈസിയാണ്, പോയി വരാൻ, ഫുഡ് കഴിക്കുകയാണ് പറയുന്നത്. ആ കഴിച്ചിട്ട് വാ പ്രിയേച്ചി. ഓക്കെ പ്രിയേച്ചി പറയുന്നുണ്ട് ഫസ്നി. പ്ലാച്ചി എന്നാലും പറയുന്നുണ്ട് ജാർവി, അവനുള്ളൊരു ഡോസ് കൊടുക്കടാ. കഴിക്കും പ്രിയമോളെ പറയുന്നുണ്ട് സാമേരൻ. ഫസ്നിത്ത ഓ അത് ശരി പറയുന്നുണ്ട്. ഞാനും കഴിക്കട്ടെ. കഴിക്കടാ കഴിക്കടാ. യാ 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 യാ. അയ്യോ എൻ്റെ കഴുത്ത് ഒടിഞ്ഞു ഗൈസ്. നിങ്ങളുടെ കമന്റ് വായിച്ചിട്ട് എൻ്റെ കഴുത്ത് ഒടിഞ്ഞു. ഞാൻ ടൈപ്പ് ചെയ്യുന്നു. വരാൻ പോയിട്ട് വായോ വായോ വായോ. ഈ കാത്ത് 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 നിന്ന് പ്ലാച്ചി ബ്രോയെ കാത്ത് നിന്ന് പ്ലാച്ചി ബ്രോ വരാത്ത എന്തോ. പ്ലാച്ചിക്ക് മറ്റേ ഇന്നലെ രാത്രി തന്നെ എല്ലാവരും കൂടെ പറഞ്ഞ് 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 അവന് അവസാനം ഹർട്ടായി. പിന്നെ കുറെ നേരം കമന്റ് ഒന്നും ഇട്ടില്ല ആശാൻ, നോക്കിയിരുന്ന്. അപ്പിക്ക് പാവം തോന്നിയിട്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അവൻ്റെ അടുത്ത്. അവന് വരാൻ പറ്റാത്തോണ്ടാന്ന് അവൻ മുന്നേ പറഞ്ഞിരുന്നു. എല്ലാവരുടെയും പരാതി കേട്ടിട്ട് അവൻ മടുത്ത്. നിമിലേട്ടാ ലൈക്ക് 17, താങ്ക് യു, വെൽക്കം നിമിൽ ബ്രോ. നമ്മൾ വാച്ചവർ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ടുഗദറൊക്കെ ഇടയ്ക്ക് ഇടുന്നുണ്ട്. ഇടയ്ക്കല്ല, ഉച്ചയ്ക്ക്. എല്ലാവരും വന്ന് തലകാട്ടിയിട്ട് പോവാറുണ്ട്. പിന്നെ ഫേസ് കാണിക്കാത്തോണ്ടേ എനിക്ക് വർക്കും ചെയ്യാലോ, അതാണ് മെയിൻ. ഷിബിൻ ബ്രോ വൈകിട്ട് 8 മണിക്ക് ഫേസ് ലൈവിൽ വരണം കേട്ടോ. അപ്പൊ ശരിക്കും പരിചയപ്പെടാം കേട്ടോ. സാമേട്ടാ ഹലോ പറയുന്നുണ്ട്. ജാർവിനെ വിളിക്കുന്നുണ്ട്. നിമിലേട്ട ഭക്ഷണം കഴിച്ചോ? കുക്കൂസ് ഹലോ പറയുന്നുണ്ട് ജാർവി. കുക്കൂസ് ടീച്ചറാണത്രടാ, ഞാനിപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ ഇന്നലെയാണുള്ള പരിചയപ്പെട്ടത്. കുക്കൂസ് ഹായ് പറയുന്നത് സാംബ്രോ. നിമിൽ ഹലോ പറയുന്നുണ്ട്. ജാർവി ഓക്കെ പറയുന്നുണ്ട്. ഷിബിൻ ബ്രോ ഓക്കെ. ഷിബിൻ ബ്രോ നിമിലേട്ട ഷിബിൻ ബ്രോ പുതിയതായിട്ട് ഇന്ന് വന്നാണ് കേട്ടോ. നമ്മളെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു, സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഡെയിലി ലൈവിൽ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എഗെയിൻ ടുഗദറോ? അയ്യോ ഇന്ന് ടുഗദർ ഇല്ല നിമിലേട്ട. ഇന്നലത്തെ ക്ഷീണേ എനിക്ക് മാറിയിട്ടില്ല. നിമിബ്രോ ഹായ് പറയുന്നുണ്ട്. സാംബ്രോ വിളിക്കുന്നുണ്ട്. നിമിലേട്ടൻ സാമേട്ട ഹായ് പറയുന്നുണ്ട്. ജാർവി ഹായ്. ടോക്സിക് എഴുന്നള്ളിയിട്ടുണ്ട്. ടോക്സിക്ക് നീ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ടോക്സിക് ഇവനല്ലേ, ജെസിനല്ലേ? വായോ വായോ വായോ. ഹായ് ചേട്ടന്മാരെ പറയുന്നുണ്ട്. കുക്കൂസെ മറ്റേ ലഞ്ച് ബ്രേക്കിന് എന്താണ് ഫുഡ്, എന്താ സ്പെഷ്യൽ? കുക്കൂസ് ടീച്ചറേന്ന് വിളിക്കാല്ലേ നീ? നിമിലേട്ടൻ ജാർവിനെ വിളിക്കുന്നത്. ജാർവീസ് ഈ കയറീന് അല്ലേ, നല്ല വോയിസ് കേട്ടോ പറയുന്നുണ്ട്. പ്ലാച്ചി നീ എങ്ങനെ കണ്ടടാ? പ്ലാച്ചി നീ മറ്റേ ടുഗദർ എടുത്ത് കണ്ടാ? ജാർവിയുടെ വോയിസിനാണ് ഇവിടെ എല്ലാവരും ഫാന്.
ഷിബിനെ എന്ന് വിളിക്കുന്നുണ്ട് നിമിലേട്ടൻ. ജാർവി ചേട്ടാ വിളിക്കുന്നുണ്ട്. ടോക്സിക് ഹായ് ജാർവി വിളിക്കുന്നുണ്ട്. സാമേട്ടൻ പ്ലാച്ചി ബ്രോ ബ്രോ അത് എന്തിനാ കേട്ടെ വോയിസ് ഒക്കെ ഞാൻ ക്ലിയർ ചേട്ടാ പറയുന്നുണ്ട്. ടോക്സിക് സുചിത്ര വ്ളോഗൊക്കെ കണ്ടു. നിമിലേട്ടൻ്റെ കമന്റ് ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് തോന്നി നിമിലേട്ടൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന്. അതാണ് ഞാൻ മറ്റേ കമന്റിന്റെ അടിയിൽ മെസ്സേജ് ഇട്ടത്. എൻ്റെ ഫാക്ടറി ഒക്കെ കണ്ടില്ലേ നിമിലേട്ടാ? ടോക്സിക് ബ്രോ ഹലോ പറയുന്നുണ്ട്. ജാർവി ഉപ്പും മുളകും ഇട്ടത് മുളകും ഇട്ടതാ കഴിച്ചത് നീ? അതെന്ത് പടിയത്? ടോക്സ് ഹായ് പറയുന്നുണ്ട്. സാമേട്ടൻ ഗുഡ് വ്ളോഗ് ആൻഡ് കറി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു നിമിലേട്ട, താങ്ക് യു നിമിലേട്ട. ആ വീഡിയോസിലേ ബാക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ വ്ളോഗുകൾ. ഞാൻ കുറേ കണ്ടിക്കണ്ട വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ വീഡിയോയും ടൈം കിട്ടുമ്പോൾ കണ്ടാൽ മതി. വീഡിയോസൊക്കെ ലോങ് വീഡിയോസിൻ്റെ കാറ്റഗറിയിലാണ് വരിക. അപ്പം എനിക്ക് അതിൽ നിന്ന് വാച്ച് അവർ കിട്ടും. ഷോർട്സ് കാണുന്നതിനെക്കാട്ടിലും ലോങ് വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലൈവിൻ്റെ കൂടെ അതിൻ്റെ വാച്ച് അവറും കൂടെ കയറും. അപ്പം എനിക്ക് ഹെൽപ്പാവും. ഞാൻ നേരത്തെ കണ്ടു പറയുന്നുണ്ട്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. നീ എല്ലാവരും കണ്ടുകൂടാ? പ്ലാച്ചി വിളിക്കുന്നുണ്ട്. ടോക്സിക് അതെ, എനിക്ക് ആ വോയിസ് കേൾക്കാനുള്ള ത്രാണിയില്ലാന്ന്. എന്തുവാണ് അത്? പ്ലാച്ചു തെയ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ടോക്സിക് ഏട്ടാ ഹലോ. എടാ പ്ലാച്ചു തെയ്യത്തിൻ്റെ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് താടാ. ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യട്ടെ. എനിക്ക് വ്യൂസ് വരട്ടെ. നിൻ്റെ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാം കേട്ടോ. എവിടെയും അപ്ലോഡ് ചെയ്യാത്ത വീഡിയോസ് വേണേ, അല്ലെ കോപ്പിറൈറ്റ് വരും. സൗണ്ട് എന്തായാലും ഇടാൻ പറ്റുന്നൊന്നുമില്ല. ഉണ്ടെങ്കിൽ നീ എനിക്ക് എന്തായാലും അയച്ചു തരാം, ഞാൻ അപ്ലോഡ് ചെയ്യാം. ടോക്സിക് കേട്ടാ ഹലോ പറയുന്നുണ്ട്. പ്ലാച്ചു ജാർവി പ്ലാച്ചു ബ്രോ കയറും എന്ന് വിചാരിച്ചു പറയുന്നുണ്ട്. എടാ ചെക്ക, അവനെ ഞങ്ങൾ മാനസികമായി കുറെ വിഷമിപ്പിച്ചു. നീ ഇനി തുടങ്ങി കഴിഞ്ഞാൽ അവൻ എല്ലാം മുങ്ങും. പാവം, അവന് വരാൻ പറ്റാണ്ടേടാ ജാർവി, ഇല്ലേ അവൻ കയറുമായിരുന്നു. ഞാൻ ടുഗദറിൽ കണ്ടു, ഇടയ്ക്ക് സെറ്റായി എന്ന് പറയുന്നുണ്ട്. നിമിലേട്ടൻ വരായിരുന്നു കേട്ടോ. നിമിലേട്ടന് കയറാൻ പറ്റിയില്ല. കണ്ടു പറയുന്നുണ്ട് സാമേട്ടൻ. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ ഒയ് വിളിക്കുന്നുണ്ട്. ടോക്സിക് നിമിലേട്ട എല്ലാം അടിപൊളിയായിരുന്നു പറയുന്നുണ്ട്. കമ്പനി ഗുഡാണ്, വൈബ് പ്ലേസ് എന്ന് പറയുന്നുണ്ട്. അതെ നിമിലേട്ടാ, എൻ്റെ അടുത്ത് ഡെയിലി വരാൻ പറയും. എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടായതുകൊണ്ട് വീട്ടിൽ നിന്ന് ചെയ്യണമെന്ന് മാത്രം. ചേച്ചി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേറെ വെക്കുമോ ചോദിക്കുന്നുണ്ട്. എന്തുവാടി ഇത് ജാർവി? ഇത് മാറ്റണോ? പക്ഷേ വേറെ എൻ്റെ ഇല്ലല്ലോ. റിപ്പീറ്റഡ് കണ്ടന്റ് ആവില്ലേ? ഇട്ടതിന് ഇടാൻ പറ്റില്ലല്ലോ. എന്നൊക്കെ ഞാൻ വേറെ എന്തെങ്കിലും എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ കേട്ടോടാ ജാർവി? ഒരു മിനിറ്റ് കേട്ടോ. നീ എനിക്ക് എന്തെങ്കിലും കണ്ടന്റ് പറഞ്ഞതാ, ഞാനത് ടൈപ്പ് ചെയ്തിടാം. മറ്റേ തന്നെ ഇട്ടാലോ? വ്യൂസും വാച്ചും ഇല്ലാത്ത ദരിദ്രവാസിയാണെന്ന്. അയ്യോൾ എന്നൊക്കെ ഞാനൊരു കണ്ടന്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാന് മറ്റേ ജെമിനിനെ കൊണ്ട് എഴുതിക്കാൻ പറ്റും നോക്കട്ടോടാ, ഒരു മിനിറ്റ്. വേറെ ഒന്നുമില്ല, ഇട്ടതന്നെ ഇട്ടാ എന്താ പ്രശ്നമുള്ളത്? എന്നൊക്കെ ജാർവിസെ മാറ്റാട്ടാ. എവിടെയായിരുന്നു തെയ്യം പ്ലാച്ചു ചോദിക്കുന്നുണ്ട്. അയ്യോ ടീച്ചറിനൊന്നും വിളിക്കണ്ട, ജസ്റ്റ് ടെമ്പററി ആയിട്ട് പോണേ, അവരെ പഠിപ്പിക്കുന്ന അത്രേ ഉള്ളൂ. ഗുരുനാഥൻ തന്നെ അല്ലേടി, അപ്പം അങ്ങനെ തന്നെ വിളിക്കണ്ടേ? ഇടയ്ക്ക് കണ്ടോളാന്ന് പറയുന്നത്. ഓക്കെ നിമിലേട്ടാ, ഓക്കെ ഓക്കെ. സമയം കിട്ടുന്ന പോലെ കണ്ടാൽ മതി കേട്ടോ, ഫ്രീ ആയിട്ടിരിക്കുമ്പം. അതിൽ മറ്റേ സന്ദീപേട്ടനും ഉണ്ണി ഞാനൊക്കെ പാലക്കാട് പോകുന്ന വ്ളോഗൊക്കെ ഉണ്ട് നിമിലേട്ടാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ക്രിയേറ്റ് എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റ് വിത്ത് ബിലോ ടെക്സ്റ്റ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം ജാർവിസിന്. എനിക്കും അതൊരു ഇറിറ്റേഷൻ പോലെ ഉണ്ട്, വായിക്കാൻ കിട്ടുന്നില്ല, കറക്റ്റ് നിങ്ങളുടെ പേര് കിട്ടുന്നില്ല. മിൽബ്രോ കണ്ടോ?
ആപ്പിൾ ഉപ്പുമുളക് ഇട്ടത്. ആപ്പിൾ ഉപ്പുമുളക് ഇട്ടത് എന്താ സാധനം? ജ്യൂസാണോ? ഞാൻ വീട്ടിലായിരുന്നു കയറാം, വീട്ടിലായിരുന്നു കയറാം. സോറി, ഇനി അടുത്തത് നോക്കാന്ന് പറയുന്നുണ്ട്. അടുത്ത ടുഗദർ എന്തായാലും പ്ലാച്ച് മിസ്സാക്കൂല. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡാർക്ക് ആയത് വെച്ചാൽ കമന്റ് നേരെ കാണായിരുന്നു. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ ശരിയാക്കി തരാം. എടാ ബാക്ക്ഗ്രൗണ്ട് ഡാർക്കാണോ വേണ്ടത്? അയ്യോ, ഞാൻ പിന്നെയും വൈറ്റ് ആണല്ലോ എടുത്തത്. നോക്കിട്ടെ, ചെറുത് വെക്കാം. വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ ശരിയാക്കി തരാം. അത് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഇത് മതിയാ? ഇത് മതിയോ ഗൈസ്? വന്ന് അപ്ലോഡായാ? ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. സെറ്റ്. വൈകമോള് പാട്ട് സൂപ്പർ ഗുഡ് വോയിസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ പ്ലാച്ച് ബ്രോ പറയുന്നുണ്ട്. ജാർവി ഞാൻ അയച്ചു തരാ പറയുന്നുണ്ട്. പ്ലാച്ച് ഓക്കെടാ തളരരുത് പ്ലാച്ചിക്കുട്ട, തളരരുത് ജാർവി. ചേച്ചി അനീഷേ വാടാ ഞാൻ കയറില്ല പ്ലാച്ചു പറയുന്നുണ്ട്. അതെ, നിമിലേട്ടനും പ്ലാച്ചും ഒക്കെ നെക്സ്റ്റ് ലൈവില്. അനീഷ് എന്ന് വിളിക്കുന്നുണ്ട്. നിമിലേട്ടൻ അനീഷ് ഹായ് പറയുന്നുണ്ട്. സാമയുടെ നിമിൽ ചേട്ടാ ഹായ് പറയുന്നത്. അനീഷ് ബ്രോ സാം ചേട്ടാ പോയി പറയുന്നുണ്ട്. അനീഷ് ബ്രോ ഇട്ടോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ മാറ്റി ഡെയിലി പോയിട്ട് വന്നാൽ പാടാണ് എന്ന് പറയുന്നത്. അത് തന്നെ, ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട് നിമിലേട്ടാ. അനീഷ് ഹായ് പറയുന്നുണ്ട്. സാംബ്രോ ജാർവി എനിക്ക് തന്നെ ഇപ്പം എന്തോ പോലെയാവുന്നു. കാരണം കുറേ പേര് എന്നെ കാത്തു നിന്ന് ഞാൻ അവരെയൊക്കെ വിഷമിപ്പിച്ചു. അത് എന്താന്ന് വെച്ചാലേ, ടുഗദറിൽ എല്ലാവരും ഇരിക്കണത് എല്ലാവരും കാണാന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ. അപ്പൊ ഇന്നാൾ വരും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കണ്ടിട്ടില്ല. അപ്പൊ എങ്ങനെ ഇരിക്കും ഫേസ് എന്നൊക്കെ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പം നമ്മളെ സ്ഥിരമായിട്ട് സംസാരിക്കുന്നതിൽ ആരെങ്കിലും വന്നില്ലെങ്കിൽ ഒരു വിഷമം. അതാണ് എല്ലാവരും പരാതി പറഞ്ഞത് കേട്ടാ. പ്ലാച്ചു തെയ്യം എന്താണെന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. പ്ലാച്ചു വീഡിയോ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിമിലേട്ടാ. ഞാനത് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. പ്ലാച്ചുവിന് ചാനലില്ലാത്തതുകൊണ്ട് എനിക്ക് അവൻ്റെ ഒന്ന് ചോദിക്കാമല്ലോ. നിമിൽ പറഞ്ഞല്ലോ നന്നായിരുന്നു, നിമിലേ പറഞ്ഞല്ലോ നന്നായിരുന്നു പറയുന്നുണ്ട് പ്ലാച്ചു. ഇതെന്താ സ്ക്രീൻ കാസ്റ്റോ? നജ അതേടാ, എനിക്ക് വർക്കുണ്ട്. അപ്പം ഫേസ് കാണിച്ചിട്ട് അവിടെ പോയി റെഡി ആയിട്ടിരിക്കാനൊന്നും വയ്യ. അപ്പം ഞാൻ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ സ്ക്രീൻ കാസ്റ്റ് ഇട്ടതാ. വാച്ച് അവർ കൂട്ടാനാണ് ഉദ്ദേശം. സാരമില്ല പ്ലാച്ചുമോനെ കുട്ടാ, സെന്റിമെന്റ് ആകണ്ട പറയുന്നുണ്ട്. അത് അവന് വിഷമമായതുകൊണ്ടാണ്, കുഴപ്പമില്ല. അടുത്തേൽ കയറിയാൽ മതിയടാ. സ്ക്രീൻ കാസ്റ്റ് ഇടാനും തുടങ്ങി. എൻ്റെ അടുത്ത് വിഷ്ണു ചേട്ടൻ പറഞ്ഞേ ഒരു സ്ക്രീൻ കാസ്റ്റിൽ നിന്ന് 120 മണിക്കൂർ വാച്ച് അവർ കിട്ടിയെന്ന്. അപ്പം ഞാൻ മെനിഞ്ഞാന്ന് മറ്റും ഇട്ടു. അപ്പം എനിക്ക് 10 മണിക്കൂർ ഓൾറെഡി കിട്ടി. അപ്പം ബിരിയാണി കിട്ടിയാലോ തുടങ്ങിയതാ. നിമിലേട്ട നജ വിളിക്കുന്നുണ്ട്. പ്ലാച്ചു എന്ത് പറ്റി ചോദിക്കുന്നുണ്ട്. നിമിലേട്ട ജാർവിസേ പ്ലാച്ചു സമേട്ട ഒയ് പറയുന്നുണ്ട്. നജ ഹലോ ഫുഡ് കഴിച്ചോ ചോദിക്കുന്നു. പ്ലാച്ചു എൻ്റെ നജമോളെ വിളിക്കുന്നുണ്ട്. സാമേട്ടൻ ആയി ഇത് മതി എന്ന് പറയുന്നുണ്ട്. നജക്കുട്ടി ഓക്കേടാ. അല്ല, ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും ഇട്ട് കഴിക്കൂലേ? അത് ചോറ് കഴിക്കാൻ മടിയാണ്. ഭക്ഷണം കഴിക്കു വച്ചേ. കുക്കു ചേച്ചി കഴിച്ചു പ്ലാച്ചു അയ്യോ ചോദിക്കുന്നുണ്ട് നജക്കുട്ടി. പിന്നെ രാവിലത്തെ ഉച്ചത്തെയും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടോ? എന്നിട്ടാ വിളിക്കുന്നത് നജ. ഇത് മതി ചേച്ചി. ഓക്കേടാ ഇപ്പം നീറ്റായല്ലോ. നജ കളിക്കുന്നുണ്ട്. കുക്കൂസ് പ്ലാച്ചി ഇനി തുകതർ കണ്ടാ ചോദിക്കുന്നുണ്ട്. അവൻ കുറെ കണ്ടു തോന്നുന്നുണ്ട് കേട്ടോ. ജാർവിസിന്റെ സൗണ്ടൊക്കെ കേട്ടു എന്ന് പറഞ്ഞു. കുക്കു ചേച്ചി കഴിച്ചോ ചോദിക്കുന്നത്. നജ ആടാ ഞാൻ കഴിച്ചു പറയുന്നുണ്ട്. പ്ലാച്ചു മരുന്നൊക്കെ കഴിച്ചോ എൻ്റെ നജമോളെ ചോദിക്കുന്നുണ്ട്. പ്ലാച്ചു നെക്സ്റ്റ് ഷുഗറിൽ പ്ലാച്ചു 1 മണിക്കൂർ നിൽക്കുമല്ലേ പറയുന്നുണ്ട്. എടാ നജക്കുട്ടി 3/4 മണിക്കൂർ നിന്ന് പിന്നല്ലേ പ്ലാച്ചുവിനെ 1 മണിക്കൂർ നിർത്താം നമുക്ക്. നജ ഞാൻ കണ്ട് നല്ല സോങ് കേട്ടോ. പ്ലാച്ചു അതൊക്കെ കേട്ടാ ചോദിക്കുന്നുണ്ട്. അവളുടെ മറ്റേ അനുരാഗത്തിൻ വേളയിൽ കേട്ടാ. സാമേട്ട രാവിലെ കഴിച്ചോ ചോദിക്കുന്നു നജക്കുട്ടി. പോയി വരാം വർക്കിനിടയ്ക്കാണ് ഓക്കെ പറയുന്നത്. നിമിലേട്ടാ പോയിട്ട് വരുമോ? ചേച്ചി കഴിച്ചോ? ഇല്ലടാ ഞാൻ ഫുഡ് കഴിച്ചില്ല. കഴിക്കണം. ഞാൻ കഞ്ഞി കുടിച്ചെന്ന് പറയുന്നുണ്ട്. പനി മാറി. എന്നിട്ട് ആ മേലത്തെ ജസ്റ്റിനെ ഒന്ന് കളയട്ടെ 1 മിനിറ്റ്.
അത് ഞാൻ വേറൊരു ഫോണിൽ നിന്ന് സെൻഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. കുക്കൂസിൻ്റെ മെസ്സേജ് ഹൈഡായല്ലോ, ഞാൻ തുറക്കാമേ. സുചേച്ചി ഞാൻ പോയിട്ട് വരാം കേട്ടോ, ക്ലാസ്സിൽ കയറി, ഇന്നൊരു മൂഡില്ല പഠിപ്പിക്കാൻ, വല്ല വർക്ക് കൊടുത്തിട്ട് വരാം, വയ്യായിരുന്നു ഇന്നലെ തൊട്ട്. ആണോടാ, ശരി ശരി ശരി, ഓക്കെ, എന്നാൽ നീ അവർക്ക് വർക്ക് കൊടുത്തിട്ട് വാ, കുട്ടികൾ അല്ലേ. നിങ്ങളേട്ടാ പോയി വാട്ടാ പറയുന്നുണ്ട്. അജയൻ്റെയും സ്പാമായല്ലോ. നജ, ഞാൻ ഇത് വരെ കയറിയിട്ടില്ല, പെട്ടെന്നൊന്നും 1 മണിക്കൂർ പറ്റൂല. എടാ 1 മണിക്കൂർ പോകുന്നൊന്നും അറിയൊന്നുമില്ല. നജക്കുട്ടി കയറിയിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. പ്ലാച്ചോ, നിനക്ക് ബ്ലൂ ഇല്ലേ? നീ ഒരു കാര്യം കൂടെ ചെയ്യണേ, നിനക്ക് മെസ്സേജ് സ്പാം ആയത് നിനക്ക് എഴുതി കാണിക്കും, ദിസ് മെസ്സേജ് ഇസ് സ്പാം എന്ന്. അപ്പം അത് തുറന്നു നോക്കിയിട്ട് നമ്മുടെ ആരുടെയെങ്കിലും കമൻ്റ് ആണെങ്കിൽ അതിൻ്റെ അടിയിൽ ഷോ ഓർ ഹൈഡ് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഷോ കൊടുക്കുക കേട്ടോ, എന്നാലേ അവരുടെ കമൻറ്റ് മറ്റുള്ളവർക്ക് കാണുള്ളൂ. വല്ല തെറി മെസ്സേജ് ഒക്കെ ആണെങ്കിൽ അത് പിന്നെ ഹൈഡ് തന്നെ കൊടുത്തോ, തുറക്കണ്ട. നമ്മുടെ ആൾക്കാരുടെ ആരെങ്കിലും കമൻ്റ് ആണെങ്കിൽ ഷോ കൊടുക്കണം കേട്ടോ പ്ലാച്ചു. എന്താ കഴിക്കാഞ്ഞേ ചോദിക്കുന്നുണ്ട്. എടാ കഴിക്കാൻ സമയം കിട്ടിയില്ല, കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. പ്ലാച്ചു മോനെ എന്നെ കണ്ട മോനെ ചോദിക്കുന്നുണ്ട്. സാമേട്ടനെ കണ്ടിട്ടുണ്ടാവും, സാമേട്ടൻ ഫേസ് കാണിച്ചല്ലോ. പ്ലാച്ചു അതൊക്കെ സെറ്റാവും, ഞാൻ 45 മിനിറ്റൊക്കെ ഇരുന്ന്, അത് തന്നെ. നജ കേട്ട് സാഹിബ ജാർവിക്ക് വേണ്ടി പാടിയതാണ് നജ. പ്ലാച്ചു വിളിക്കുന്ന നജക്കുട്ടി. ആക്ച്വലി അവൾക്ക് തൊണ്ട ശരിയായിരുന്നെങ്കിൽ അവൾ പൊളിച്ചേനെ. സാമേട്ടാ കണ്ടു പറയുന്നുണ്ട് പ്ലാച്ചു എല്ലാവരും കണ്ടാ? ആ 4.5 മണിക്കൂർ ലൈവ് നീ ഇരുന്ന് കണ്ടടാ ചെക്ക? ആ ഓക്കെ ചേച്ചി പറയുന്നുണ്ട്. ആ യെസ്. അത് യൂട്യൂബിൽ ചില വേർഡ്സ് കൊടുത്തു വെച്ചിട്ടുണ്ട്, അതായത് ഈ ബാഡ് മെസ്സേജ് ഒക്കെ വരുന്ന വേർഡ്സുകൾ അവർ തന്നെ ഹൈഡാക്കും. ഇപ്പം ചാനലിലുള്ള ബാക്കി ആർക്കും അത് കാണൂല, നമ്മളത് ഓപ്പൺ ആക്കിയിട്ട് ഷോ കൊടുത്താലേ കാണുള്ളൂ. അപ്പം ചിലർ ബാഡ് ഇടും, ചിലർ നമ്മുടെ ആൾക്കാരിടുമ്പോൾ സ്പാമായി പോവാറുണ്ട്. ആ ഞാൻ വന്നേ. നീ വർക്ക് കൊടുത്ത് ഇത്ര വേഗം എത്തിയാ? കുക്കൂസ് ഇത് എന്ത് വർക്ക് കൊടുക്കലാടാ? അയ്യോക്ക് വയ്യ. അടിച്ച് പൊളിച്ച് ലേ പറയുന്നുണ്ട്. അല്ല പിന്നെ കുക്കൂസേ വിളിക്കുന്നുണ്ട് സാമേട്ടൻ. നിങ്ങൾ എല്ലാവരും ഫുഡ് ചെയ്യോ ഗൈസ് എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഉപ്പിലിട്ടത് കഴിക്കാണ്ട് ഭക്ഷണം കഴിക്കിട്ടാ കുക്കു? ഫുഡ് കറക്റ്റ് കഴിക്കാത്തതുകൊണ്ട് കുറേ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്. പ്ലാച്ചു 2x ഇട്ട് കണ്ടു അല്ലേ? അല്ല, 4.5 മണിക്കൂർ ഫുൾ കാണാൻ പറ്റൂല, ഓടിച്ചു വിട്ട് കാണാലോ ഓരോരുത്തരനെ. കുക്കു ചേച്ചിയുടെ അധിക കമൻറ്റും സ്പാം ആണ്. എന്തത്? നജമോളെ വന്നു, പ്രിയ ചേച്ചി വന്നു. നജ ആ എല്ലാവരെയും സ്കിപ്പ് അടിച്ച് കണ്ടു തീർത്തു പറയുന്നുണ്ട്. അത് അല്ലാണ്ട് നടക്കൂല, 4.5 മണിക്കൂറൊക്കെ എങ്ങനെ കാണാനാ? പ്രിയു വരുന്ന നജക്കുട്ടി. എന്തായി വയ്യായ, കുറവുണ്ടോ ചോദിക്കുന്നുണ്ട് നജക്കുട്ടി നിന്നോട്. നജമോളെ ഉച്ചയ്ക്കില്ലേ മരുന്ന് ചോദിക്കുന്നു സാമേട്ടൻ. ഉപ്പിലിട്ടത് കഴിച്ചാൽ ഞാൻ ഇപ്പോൾ ഛർദ്ദിച്ച് കോളാകും. എനിക്ക് വയ്യ. എനിക്ക് തോന്നണത് നജ രാവിലത്തെ ഉച്ചത്തെയും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടാവും പ്രിയ ചേച്ചി. പ്രിയ ചേച്ചി കുറവുണ്ട് എന്ന് നജക്കുട്ടി. പ്ലാച്ചു അതാണ് നല്ലത്. ഇല്ല സാമേട്ട. പ്രിയ ചേച്ചി സ്ക്രീൻ കണ്ടാ? അവർക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ വായിക്കാൻ കിട്ടുന്നില്ല എന്ന് വേറെ സ്ക്രീൻ വെച്ചപ്പോൾ. അപ്പം ഞാൻ ഇത് ടൈപ്പ് ചെയ്തിട്ട്, അപ്പം താഴെ കമൻറ്റ് വരുമ്പം ബ്ലാക്ക് കളറിൽ കമൻറ്റ് കാണുമല്ലോ. പ്ലാച്ചു അതാണ് നല്ലത് നജക്കുട്ടി. പ്രിയ ചേച്ചി കുറവുണ്ട് എന്ന് പറയുന്നുണ്ട് നജക്കുട്ടി. ഇല്ല സമയട്ടാ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ടുഗദർ ലൈവ് വരുമ്പോൾ ഇന്ന് പനിയാണല്ലോ. നജാക്ക് ടുഗദർ ലൈവ് വരുമ്പോൾ എന്നും പനിയാണല്ലോ. ഇത് ശരിക്കും പനിയായിരുന്നടാ, പിന്നെ കൊച്ചു കയറിയല്ലോ. ആ ചേച്ചി നോട്ട്സ് എഴുതാൻ കൊടുത്തിട്ട് വന്നു പറയുന്നുണ്ട്. ഓക്കെ ഡി കുക്കുമണി. കുക്കൂസിന് ചാനലുണ്ടോ? കണ്ട് പറയുന്നുണ്ട് പ്രിയ ചേച്ചി. അതെ, ഞാൻ 12 മണിക്ക് കഴിച്ചേ, അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട്. നീ രാവിലെ ഫുഡ് കഴിച്ചില്ല പറപ്പിക്ക് തോന്നി. നീ ഉച്ചത്തെ കാര്യം ഹുദ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം ഈ ലൈവിൽ എത്ര മണിക്കൂറായെന്ന് ഇപ്പം ഞാൻ എങ്ങനെ അറിയും? ഈ വട്ടത്തിൽ ക്ലിക്ക് ചെയ്ത് അറിയാമല്ലേ? ഓക്കെ, 39 മിനിറ്റ് ആയി കേട്ടോ, 40 മിനിറ്റ് ആവാറായി. ടൈമൊക്കെ ഓടി പോകുന്നുണ്ട്. സ്ക്രീൻ കാസ്റ്റ് 1 അവർ ഇടുള്ളൂ കേട്ടോ, എനിക്ക് വിശക്കും. അപ്പോൾ എനിക്ക് നിങ്ങൾ തന്നെ ഇരുന്ന് കമൻറ്റ് ടൈപ്പ് ചെയ്യേണ്ടി വരും, വായിക്കാൻ പറ്റൂല. റിപ്പോർട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ സാറിനൊന്ന് അയച്ചു കൊടുക്കട്ടെ. ഞാൻ 12 മണിക്കാണ് കഴിച്ചത്, അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിച്ചില്ല പറയുന്നുണ്ട്. അത് എന്നാ സ്പാം ആവുന്നേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ ചെയ്യുന്നുണ്ട്.
അതെന്താണെന്നറിയില്ലടാ കുക്കൂസ്, അത് എന്തുകൊണ്ട് അവർ സ്പാം ആക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. നല്ല കമൻറ്റുകളൊക്കെ യൂട്യൂബ് സ്പാം ആക്കും, തെറി പറയണവരെയൊക്കെ ഇങ്ങനെ വെക്കും. ഇങ്ങനെ വയ്യ പ്ലാച്ചി, എനിക്ക് പനി ഇന്നലെ വന്നതാണ്, വൊമിറ്റിംഗ് ആയിരുന്നു, തലകറക്കവും പറയുന്നുണ്ട്. അറിയില്ല കുക്കു, ചേച്ചിയുടെ ഫുൾ സ്പാം ആണ് എന്ന് പറയുന്നുണ്ട്. ആ അത് തന്നെ അത് തന്നെ അത് തന്നെ. ഇൻഫിത്ത കുക്കൂസ് എന്ന് വിളിക്കുന്നുണ്ട്. ആരാണ് ഇൻഫിത്ത? ഹായ്ഡാ ഹായ്. പുതിയ ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബീച്ച് കഴിച്ചോ ചോദിക്കുന്നത് നജ. നജ ആണോ ഇപ്പം കുറവുണ്ടോടാ ചോദിക്കുന്നുണ്ട്. എടാ അവള് തല ഇറങ്ങിയൊക്കെ വീണടാ പ്ലാച്ചു, ഛർദിയൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. വായിക്കണ്ട പിന്നെ വായിച്ചാൽ മതി പറയുന്നുണ്ട് സാമേട്ടൻ. ആണോ? ഭക്ഷണം കഴിച്ചിട്ട് വായിക്കണ്ടെന്ന്. എന്നാ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ചെയ്തിരിക്കുവോ? ഞാൻ പോട്ടെ. ഇൻഫിത്ത ആരാണ്? ബോംബല്ല കേട്ടോ, മെസ്സേജ് വന്നാണത്. പ്ലാച്ച് കുറവുണ്ട് എന്ന് പറയുന്നുണ്ട്. കുക്കൂസ് മിണ്ടരുതെന്ന് പറയുന്നത്. ഇൻഫിത്ത ആരാടാ കുക്കൂസെ പറയടാ. തെയ്യമൊക്കെ എന്തായി പ്ലാച്ചു ചോദിക്കുന്നുണ്ട് നജ. ദിസ് മെസ്സേജ് ഒരു കമൻറ്റും കൂടെ സ്പാം ആയി. എനിക്കൊരു കോൾ വരുന്നു ഗൈസ്, ഞാൻ അറ്റൻഡ് ചെയ്യട്ടെ. ഒന്ന് മ്യൂട്ടാക്കണ്ടേ, നിങ്ങൾ വായിച്ചോ. ഞാൻ വിളിച്ചിട്ട് ആള് ഫോൺ എടുക്കുന്നില്ല. ആള് പറയുന്നത് എനിക്ക് കേൾക്കാനുമില്ല. ഞാൻ തിരിച്ചു വന്ന് ഐ ആം ബാക്ക്. തെയ്യൊക്കെ എന്തായി പ്ലാച്ചു? ഫുഡ് കഴിച്ചാ? ചുമ്മാ വരും, ചുമ്മാ വന്ന ബ്രീത്തിങ് ചുമ്മാ വരുന്നോ? ഓക്കെ ഓക്കെ. തികെ ഞാൻ എന്തുപടിയത്. അപ്പം നീ ഇത് ഫ്രഷ് ജ്യൂസ് കുടിക്കേ. ഇൻഫിത്ത ആരാ? ഇതുവരെ കേൾക്കാത്ത നെയിം, പക്ഷെ കുക്കൂസിനെ വിളിക്കുന്നു. ഇൻഫിത്ത ആരാ ചോദിക്കുന്നുണ്ട്. നജ അടിപൊളിയായിരുന്നു പറയുന്നുണ്ട്. ഹായ് ഇൻഫിത്ത. അപ്പൊ കുക്കീസിനെ അറിയുന്ന ആളാണ്. ആരാടിയത്? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു മിനിറ്റായിട്ട് വരാം. ഹലോ.
ഞാൻ വന്നു. ഞാൻ ഇരിക്കുമ്പോൾ ഒന്നും അധികം മെസ്സേജ് ഇല്ല. ഞാൻ പോകുമ്പോഴാണ് നിറയെ ആൾക്കാർ വരുന്നത് അല്ലേ. ഇൻഫിറ്റ് ആരാണ്? ഇരിക്കാം, ഇങ്ങനെ ഇരിക്കട്ടെ മോളെ പറയുന്നുണ്ട്. ഞാൻ കഴിച്ചിട്ട് വരാം, നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തോളെന്നല്ലേ പറയണത്. ഓക്കെ, കഴിക്കാം, എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി ഫുഡ് കഴിച്ചോ? നമ്മൾ ചാറ്റ് ചെയ്തോളാം. ഫ്ലാച്ച് ആണോ? ഫ്ലാച്ച് ചാറ്റ് ബോക്സ് ആക്കാനാണോ ചോദിക്കുന്നുണ്ട്. ചാറ്റ് ബോക്സ് എങ്കിൽ ചാറ്റ് ബോക്സ്. അവൻ എന്നോട് കഴിച്ചോളാൻ പറഞ്ഞില്ലേടി. നജമോളെ, പ്രിയ ചേച്ചി ഇല്ലല്ലോ ചോദിക്കുന്നുണ്ട്. ഇല്ല ഇല്ല ഇല്ല, അല്ല സ്ക്രീൻ കാസ്റ്റിൽ ചാറ്റിംഗ് തന്നെ ഇടം നടക്കൂ. പ്ലാച്ചു വേണ്ട പറയുന്നുണ്ട് ഇൻഫിദ. പ്ലാച്ചു പ്രിയ ചേച്ചി ഉണ്ട് കൊന്നനെ പറയുന്നുണ്ട്. പ്ലാച്ചു മോനെ വേണ്ട പറയുന്നുണ്ട്. ഇൻഫിദ ആരാണ്? ഇൻഫിദ ആരാണ്? നജ അതെ അതെ പറയുന്നുണ്ട്. ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കിക്കോ അതിനെന്ന് പറയുന്നുണ്ട്. ഇത് ഏതാണിത്? പ്ലസ് ഇൻഫിദ ഒന്ന് കിരീടം പറയുന്നുണ്ട്. ഇൻഫിദ ആരാണ്? അതിന് കിരീടം കിട്ടിയാൽ എന്താ എനിക്കറിയില്ല ആരാ. നിനക്ക് അറിയില്ലേ? എന്നാ ഞാന് ഒരു മിനിറ്റ്, അതിനെ ഞാൻ ഒന്ന് പറഞ്ഞു കൊടുട്ടെ. ടൈം ഔട്ട് കൊടുക്കാം. ഓവർ വർത്താനം. എന്നുവെച്ചാൽ അടുത്ത തവണ പാട്ട് ഫുൾ പാടണം പറയുന്നുണ്ട്. നല്ലത് ഇൻഫിദ ഞാൻ കുക്കൂസിന് അറിയുന്ന ആളാ പറഞ്ഞിട്ടാണ് ഒന്നും മിണ്ടാഞ്ഞത്. അത് ഓവർ വർത്താനം പറയുന്നത്. ഞാൻ ടൈം ഔട്ട് അടിച്ച്. ഇനി ആരാണേലും നാളെ വരട്ടെ. ഇടയ്ക്ക് നിർത്തല്ലേ പറയുന്നുണ്ട്. വാട്ട്? അയ്യേ, ഇത് എന്ത് ചോദിച്ചേ? കഴിച്ചോ ഇൻഫിദ? അതിന് പറഞ്ഞു വിട്ടു ഞാൻ. ഇങ്ങനെയല്ല ഇത്. സൂപ്പർ, ഇപ്പം ക്ലിയർ ആയി എന്ന് പറയുന്നുണ്ട്. ഓക്കെ ജാർവി, ക്ലിയർ ആക്കിയപ്പോഴേക്കും നീ സ്ഥലം വിട്ടല്ലേ. ജാർവി വർക്ക് ഉണ്ടെന്ന് കഴിക്ക്. ഇല്ല പ്ലാച്ചി, ലീവാണ്. വിശക്കുന്നു പോയി മുണുങ്ങ് പറയുന്നുണ്ട്. കഴിക്കാം. ഞാൻ തിന്ന്. നീ എന്ത് കഴിച്ച്? പ്ലാച്ചി വർക്കുണ്ടോ? ജാർവി ഉണ്ട് പറയുന്നത്. രുചി ടൈം ഔട്ട് വേണ്ടടാ, അത് ഒരുമാതിരി ചൊറിയുമ്പോഴും. എനിക്ക് പിള്ളേരെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പിടിക്കൂല. ഓക്കെ പ്ലാച്ചി വരുന്നുണ്ട് ജാർവി. എന്താ മറ്റേ കുക്കൂസിന്റെ പേരെന്താ എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നവൻ. അവളുടെ പേര് അവനെന്താ അവൻ്റെ മടിയിലിട്ടല്ലോ പേരിട്ടത്. അത് പോട്ടെ, നാളെ വരട്ടെ. ഓക്കെ പ്ലാച്ചി. ഇതുക്ക് എന്ന് പറയുന്നുണ്ട് RP. ഹായ് ജിഷ്ണു, ഹായ്ഡാ, എന്താണ് വിശേഷം? അഭിചരിക്കുന്നു. ചുജി എനിക്കെങ്ങാനും വിട്ടാ ചുജീനെ കൊല്ലും ഞാൻ പറയുന്നുണ്ട്. നിനക്കൊന്നും ഇടൂല. കുട്ടികളെ ചൊറിയാൻ പാടൂല. ഇവിടെ ഡെയിലി വരുന്ന പിള്ളേരെ ഒന്നും പറയരുത്. കുക്കുവിന്റെ പേര് സൂപ്പർ അല്ലേ? അവനെന്താണ്? അതിനെ ഞാൻ ടൈം ഔട്ട് കൊടുത്ത്. സലീത്ത് ഹായ്. ചേച്ചി സുഖമാണോ? സുഖമായിരിക്കുന്നടാ. അവിടെ എന്താ വിശേഷം? സലീത്ത് ബ്രോ ലൈക്ക് ഇടണേ. ട്രോൾ ഹായ് ഇവിടുന്ന് സാമേട്ടൻ. ചേച്ചി ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട്. കഴിച്ചടാ. കഴിച്ചില്ല, കഴിക്കാൻ പോകുന്നു. ചുജിയോ എന്താടാ ജാർവി? അവൻ എന്നെ ചുജി എന്ന് വിളിക്കുക ജാർവി. ഹബി ട്രോൾ ഹായ് വരുന്ന പ്ലാച്ചോ. എന്നെ ഒന്ന് ഇട്ട് നോക്ക്, തൂക്കി ഞാൻ കാട്ടിക്കളയും പറയുന്നുണ്ട്. ഇല്ലടാ, പറഞ്ഞു വിട്ട് നന്നായി പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ പിടിക്കൂല പിള്ളേരെ ഒന്നും പറയാം. നിങ്ങൾ ആരും എന്ത് പറഞ്ഞാലും എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ്, ഞാൻ ചവിട്ടി പുറത്താക്കാം. രാജു ഹായ് വരുന്ന അബി സുഖം ചേച്ചി പറയുന്നുണ്ട്. 23 ഞാൻ ലൈക്ക് അടിച്ചു പറയുന്നത്. ഓക്കേടാ താങ്ക് യുടാ. അവൻ ചിലപ്പം ഇതിന് പകരം വേറെ എന്തെങ്കിലും അക്ഷരം വായിച്ചതാ. അല്ല, ആദ്യം കുക്കൂസ് എന്ന് പറഞ്ഞ് പിന്നെ അവൻ ചിരിക്കുന്ന സ്മൈലൊക്കെ ഞാൻ കണ്ടു. ഞാൻ വേറെ ഫോണിലായിരുന്നു. ഞാൻ എന്തുവരെ പോകും നോക്കിയിരുന്നാണ്. എന്ത് പറ്റി സ്ക്രീൻ മാറ്റി? ഫസ്റ്റ് ജാർവി പറഞ്ഞ് അവന് മെസ്സേജ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പം ഞാൻ സ്ക്രീൻ മാറ്റി. ഇപ്പം താഴെ ബ്ലാക്ക് കളറിൽ വായിക്കാലോ. എന്നെ ഏതാവത് സെഞ്ചാൽ എൻ്റെ പിള്ളേർ വന്ന് പണിയും പറയുന്നുണ്ട്. നീ അടങ്ങിയിരി RP. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ? രായൽ ചേച്ചി എൻ്റെ ടുഗദർ കണ്ടോ ചോദിക്കുന്നുണ്ട്. നിന്റെ ടുഗദർ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഡോണ്ട് വറി. കുക്കു ഫ്രണ്ടാണോ അത്? അല്ല, അവള് അറിയില്ല എന്ന് പറഞ്ഞു. ആരാന്ന് അറിയില്ല എന്ന് പറഞ്ഞു അവള്. ലൈക്ക് അടിക്കൂ പറഞ്ഞു സാമേട്ടൻ. ജാർവി ഇല്ലടാ, ഞാൻ അന്നേരം പോയി. നൈറ്റ് പ്രിയ ചേച്ചിയാണ് പറഞ്ഞത് നീയൊക്കെ കേറി എന്ന്. അതെ ജാർവി കയറി, അക്കു കയറി, രാഹുൽ കയറി, അനീഷ് കയറി. ആരാ നമ്മുടെ ലൈവിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാവരും കയറിയടാ. ഫസ്നി RP ഹായ് പറയുന്നുണ്ട്. സാമേട്ടൻ ചുജി എനിക്ക് ചുജിയെ പിടിക്കുന്നില്ല. ചുജി എടുത്ത് എന്നെ കാട്ടിക്കളഞ്ഞാൽ നീ ലൈവ് നടത്തൂടാ ചെക്ക. രാജേച്ചി ബുദ്ധിയുള്ളവരുടെ ഉപദേശം കേട്ടത് കണ്ടോ ചോദിക്കുന്നുണ്ട്. സാംബ്രോ വിളിക്കുന്നുണ്ട് RP. എന്നിട്ട് കുക്കൂസ് ഇത് എന്ത് പേര് എന്നാണല്ലോ ചോദിച്ചത്. അപ്പോൾ വായിക്കാൻ അറിഞ്ഞിട്ട് അല്ലല്ലോ ചേട്ടാ. ആദ്യം കുക്കൂസ് എന്ന് വിളിച്ച്
എന്നിട്ട് ഇത് എന്ത് പേര് എന്ന് പറഞ്ഞു. അത് അവൻ എന്തിനാ അന്വേഷിക്കണേ, ഞാൻ അതിനെ ആ ചവിട്ടി പുറത്താക്കി. മിക്കവാറും അവന്റെ വേറെ ഐഡിയും കൊണ്ട് എന്നെ വന്നപ്പോ തെറി വിളിക്കും. എന്ന് പറയുന്നു ഫസ്നി. ഞാൻ കേറി പറയുന്നുണ്ട്. അതെ സാമേട്ടൻ കേറി. ഞാൻ ചോറും ഉണക്കച്ചോറും സാമ്പാറും തിന്ന്. ഉണക്കച്ചോറാ? RP ഫുൾ സ്പാം ആണല്ലോ കമന്റ്. ഞാൻ ഇവിടെ ഇരുന്ന് ഓണാക്കി കൊടുക്കുവാണ്. ഇവൻ ഇങ്ങനെയൊക്കെ കമന്റ് ഇട്ട് കഴിഞ്ഞാ യൂട്യൂബിന് പോലും പിടിക്കുന്നില്ല. വേറെ എന്താ ഉദ്ദേശിച്ചത്? അവന്റെ കണ്ട നീ ടുഗദർ വീഡിയോയിൽ പോയി കാണാവനെ. അത് ഞാൻ കേറിയപ്പോ രാഹുല ചേച്ചിനെ കണ്ടില്ല, അതാണ് ചോദിച്ചത്. ഫസ്റ്റിനെ അപ്പ പോയി തോന്നോ. വിളിക്കട്ടെ. ഹായ് കാളിച്ചേട്ടാ. ഹായ് ഹായ് ഹായ്. ഇന്നലെ കാളിച്ചേട്ടൻ വന്നിട്ട് ഒറ്റ പോക്ക് പോയല്ലേ ടുഗദറിൽ കയറാണ്ട്? ആണോ? എന്നാ ഞാൻ പോണെന്ന് പറയുന്നത്. നിന്റെ സ്പാം ആടാ എല്ലാ മെസ്സേജും. RP ഏട്ടാ വിളിക്കുന്നുണ്ട്. ഫസ്നി. റായൽ ചേച്ചി സുചേച്ചിക്ക് ചേച്ചിക്ക് ഞാൻ ഡാർക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇമേജ് സ്ക്രീൻ കാസ്റ്റിൽ ഇടാൻ പറഞ്ഞു. അത് തന്നെ അതാണ് ഉദ്ദേശിച്ചത്. അവന്റെ ഉപദേശം ഞാൻ കേട്ടത് കണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത്. RP പോയി. എന്നെ സ്പാം ആക്കുന്നു മാമൻ. യൂട്യൂബ് മാമൻ നിന്നെ സ്പാം ആക്കുന്നടാ. എന്താണെന്നറിയില്ല. നിന്റെ എല്ലാ മെസ്സേജും സ്പാം ആയിരുന്നു. ഞാൻ ഇത്ര നേരം വ്യൂ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഓ അങ്ങനെ. അതെ അതെ അതെ. കളിച്ചേട്ടാ ഹായ് പറയുന്നുണ്ട്. ഫസ്റ്റ് മോളെ ഉയരേ വിളിക്കുന്നുണ്ട്. എന്നെ വിളിച്ചില്ല. അപ്പോ എന്നെ വിളിച്ചില്ല മനുഷ്യൻ. എന്റെ ശങ്കരൻ വരുമ്പോ വരാം. ശങ്കരനോട് ഞാൻ പറയാം നീ ലൈവിൽ വന്നു. RP മൂഡ് പോയി. അയ്യേ എന്തിന്? നിന്റെ മൂഡ് ഓണാക്കാനല്ലേ അവനെ ഞാൻ ചവിട്ടി പുറത്താക്കിയത്. കുക്കൂസേ അവനോട് പോവാൻ പറ. ബ്ലഡി ഫൂൾ. കുക്കുമണി ഞങ്ങളുടെ സ്വത്തുമണിയാണ്. സാമ്പന്ന വിളിക്കുന്നുണ്ട്. അപ്പൊ എന്നെ വിളിക്കുന്നില്ല കാളിച്ചേട്ടൻ. കാളിപ്പൊന്ന എന്താ വിശേഷം ചോദിക്കുന്നുണ്ട്. സാമ്പറോ ഏട്ടാ കഴിച്ചോ? ഇന്നലെ നൈറ്റ് കഴിച്ചില്ലല്ലോ പറയുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന പരിപാടി ഇല്ലല്ലേ. ലൈക്ക് 23. താങ്ക് യു RB. ഞാൻ രാവണൻ ഉള്ളപ്പോൾ ആയിരുന്നു പോയത് പറയുന്നുണ്ട്. വിഷ്ണു ചേട്ടൻ ഒക്കെ സ്റ്റാർട്ടിങ് കയറിയടി ഫസ്നി. പിന്നെ കുറെ പേര് വന്നായിരുന്നു. എന്താ ഇവിടെ ഏതോ ഒരുത്തം വന്നിട്ട് മറ്റേ കുക്കൂസിനെ കുക്കൂസിനെ വിളിച്ചിട്ടാ വന്നത്. അപ്പൊ ഞാൻ വെച്ചാൽ അവൾക്ക് പരിചയമുള്ളതാന്ന്. വെറുതെ അവളെ മാത്രം തോണ്ടുക. എന്നിട്ട് ഇത് എന്ത് പേര് എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ കളിയാക്കുക, ചിരിക്കുക. ഞാൻ ടൈം ഔട്ട് കൊടുത്തതിനെ. അവൾക്ക് മൂഡ് പോയി. അതുകൊണ്ട് രാജ ചേച്ചിക്ക് ഞാൻ ഉപദേശം തരട്ടെ. സ്റ്റോറിക്കാക്കും കൂടെ ഇരുന്നിട്ട് സമയത്ത് നോക്കുന്ന കഥ ഒക്കെ എഴുതിയാൽ സൂപ്പർ ആവും പറയുന്നുണ്ട്. എന്ത് കഥയടാ? സ്റ്റോറിക്ക് അക്കും കൂടെ ഇരുന്നിട്ട് സമയത്തെ പിന്നിലാക്കുന്ന കഥ. സമയത്തെ പിന്നിലാക്കുന്ന കഥ നന്നായിരിക്കും. അത് നന്നായിരിക്കും കേട്ടോ. അക്കു ആ ചോദ്യം ചോദിച്ചപ്പോ ഒരു ലോജിക്ക് ഇല്ലാത്തതാണെങ്കിലും രസം ഉണ്ടായിരുന്നു. ഓയ് പ്രിയ ചേച്ചി വിളിക്കും. ജാർവി സുജിപ്പൊന്ന പെങ്ങളുട്ടി മുത്തുമണി നിങ്ങൾ എന്താ ഇന്നലെ ടുഗദറിൽ വരാഞ്ഞ്? കാളിച്ചേട്ടാ കുക്കൂസ് എന്താ പറ്റിയത് ചോദിക്കുന്നുണ്ട്. അതന്നെ പ്രിയേച്ചി ഇത് എന്ത് പേരാണ് ഇത് എന്നൊക്കെ ചോദിച്ച് ചിരിച്ചൊരുത്തൻ. അപ്പൊ അവൾക്ക് വിഷമായി. എന്താ പറ്റി കുക്കു? ഹാപ്പി ആയി. അതന്നെ അവനെ നമ്മൾ പുറത്താക്കിയില്ലേ, പുകഞ്ഞ പുള്ളി പുറത്തു നിന്നൊക്കെ. എന്തൊരു ജാർവി അനക്ക് എന്ത് പറ്റി ചോദിക്കുന്നുണ്ട്. അവന് സൈക്കോ വട്ടായി. ഏത് മറ്റവനാണ്? അതിനെ പുറത്താക്കി ഞാൻ പ്രിയേച്ചി. ടൈം ഔട്ട് കൊടുത്ത്. രാഹില കണ്ടില്ലേ അപ്പൊ അവനെ ചോദിച്ചു. രാഹില ഇപ്പൊ വന്നാണ്. ഞാൻ ടൈം ഔട്ട് കൊടുത്തതിന് ശേഷമാണ് വന്നത്. ജാർവി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ എന്നൊരു കോള് വന്ന് പോയതാണേ. ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവന്റെ കുറെ കമന്റ് കിടക്കണം. അപ്പൊ ഞാൻ അതിനെ ടൈം ഔട്ട് കൊടുത്ത്. പ്രിമളെ പൊന്ന ഉയരെ മുത്തുമണി കൽക്കണ്ട കനിയെ പൊന്ന പെങ്ങളുട്ടി ലൈവില് കയറിയില്ല കാളിച്ചാട്ടൻ. കുക്കുവിനെ കയറി ചെറിയാൻ ഏതാണാവോ പ്രാന്തൻ. ഞാൻ വരും മുമ്പ് സുചേച്ചി എടുത്ത് കളഞ്ഞു പ്രിയ. ഞാൻ തോട്ടിലിട്ടതിനെ. രാൽ ചേച്ചി ഐശ്വരി പറയുന്നുണ്ട്. കാളിച്ചേട്ടാ പ്രിയ ചേച്ചി വേറൊരു പ്രശ്നത്തിലായിരുന്നു. അതാ ആണോ? പക്ഷെ നിങ്ങൾ വന്നു. ഞാൻ താഴെ കമന്റ് കണ്ടു. 5 മിനിറ്റ് ഇരിക്കും വിചാരിച്ചു ഞാൻ. അടുത്ത ആളെ ഇറക്കിയിട്ട് കയറ്റുമ്പോഴേക്കും. അപ്പോഴേക്കും ചേട്ടൻ പോയി. ഞാൻ ഡൽഹിയിൽ ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നില്ല എന്നെ വിളിച്ചു. കുക്കൂസ് എവിടെ ചോദിക്കുന്നുണ്ട്. വാച്ചിങ്ങിലുണ്ടോ? കുക്കൂസ് എവിടെ വാ. പ്രിയ ചേച്ചി ഗുണ്ടയാണോ ജാർവിക്ക് ഇപ്പൊ കിട്ടും പ്രിയ ചേച്ചിന്ന്. പ്ലാച്ചി ബ്രോ ഞാനാണ് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറയുന്നുണ്ട്. എവിടെ അവള്? കുക്കുമണി അത് ശരി പറയുന്നുണ്ട് ജാർവി. വണക്കം 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 തലേ ഇവരൊന്നും എന്റെ ഫേസ് ലൈവിൽ വരൂല കേട്ടോ പ്രിയ ചേച്ചി. വരുന്നോക്ക് റോബിൻ അവനെ ചവിട്ടണ്ടേ. ജാർവി മിണ്ടാതെ പോടാ പറയുന്നത് ചേച്ചി. റോബിൻ ബ്രോ ഹായ്. പ്രിയേച്ചി എവിടെയായിരുന്നു? ഏതോ ഒരു വേട്ടാവളിയൻ എന്നെ കളിയാക്കി ചേച്ചി. കുക്കൂസേ വേട്ടാവളിയന്മാർ ഇങ്ങനെ പലതും പറയും. നമ്മളപ്പോ 4 ചവിട്ട് തിരിച്ചു കൊടുക്കണ്ടേ? നീ 4 പറയണ്ടേ പൈനെ? നിനക്ക് എന്താണ് എന്റെ പേര് എന്റെ ഇഷ്ടം പറയണ്ടേ? പ്രിയേച്ചി വിളിക്കുന്ന റോബിൻ ഹൊയ് പറയുന്നുണ്ട്. ഹാമേട്ടൻ ഞാൻ കഴിക്കാൻ പോയതാണ്. തിരിച്ചു വന്നപ്പോഴേക്കും ടൈം ഔട്ട്.
കുക്കൂസെ അവൻ്റെ അടുത്ത് ചവിട്ടി കൂട്ടണ്ടേ, നിനക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്, കേട്ടോണ്ട് ഇരിക്കണ്ട, കൊടുത്തു വിട്ടോ. ഞാൻ ആക്ച്വലി അവൻ ആദ്യത്തെ കമന്റ് കുക്കൂസ് പറഞ്ഞിട്ടാണ്. ഞാൻ വിചാരിച്ചു ഇവര് പരിചയക്കാരാണ്. ഞാൻ അവളോട് 4 വട്ടം ചോദിച്ചു, ആ കുക്കൂനെ അറിയോ, ആരാത് ആരാത് 4 വട്ടം ചോദിച്ചു. പിന്നെ അപ്പോഴേക്കും ഒരു കോള് വന്ന്, കോളിന്റെ പിന്നാലെ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ മെസ്സേജ് കണ്ടപ്പോഴേക്കും മനസ്സിലായി ഇറിറ്റേഷൻ ആണ്. അപ്പം ഞാൻ പിന്നെ അതിനെ പിടിച്ച് പുറത്താക്കി. ഞാൻ കുറച്ച് തിരക്കായി, അതുകൊണ്ടാണ്. നീ വർക്കിനിറങ്ങിയാ? ബാക്ക് പെയിൻ ഒക്കെ കുറവുണ്ടോ? വർക്കിനിറങ്ങാൻ തുടങ്ങിയാ? യോ ഇവിടെ വയലൻസ് പറയുന്നുണ്ട് ജാർവി, വയലൻസാ. എനിക്ക് വയ്യ. ഏട്ടൻ പോയാ? ഇല്ലല്ല, ഉണ്ട്. നമ്മൾ അങ്ങനെ മുട്ടേ അണക്ക് പഠിക്കാനുണ്ട് കുറച്ച്. അതെ അതെ അതെ, അത് വന്നത് എൻ്റെ ഫസ്റ്റ് മോൾ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ഇട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ പെങ്ങളുട്ടിക്ക് സങ്കടവും പിണക്കവും ആവും. അതാ പെട്ടെന്ന് വന്ന് കയറാൻ നോക്കിയത്. വന്നപ്പോൾ അവിടെ ഒരാൾ ഉണ്ടായിരുന്നു ടുഗദർ. ആണോ? കാളിച്ചേട്ടൻ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതിയായിരുന്നു. എന്നിട്ട് ആ ഫസ്റ്റിനെ കൊണ്ട് പറയായിരുന്നു അടുത്ത ആളെ ഇറങ്ങിയിട്ട് ചേട്ടനെ വിളിക്കാൻ പറയായിരുന്നു. ഞാൻ കണ്ടു ചാറ്റ് വിൻഡോയില്, പിന്നെ ചേട്ടനെ കണ്ടില്ല. എന്താ അവൻ്റെ പേര് ഓർമ്മയില്ലല്ലോ. ടൈം ഔട്ട് കൊടുത്തതിൽ നോക്കാം. ചേട്ടൻ ഇപ്പോൾ എവിടെ ഉണ്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും ഒരു 4 പാട്ട് കേൾക്കായിരുന്നു. ഒരാഴ്ച കൂടെ റെസ്റ്റ് എടുക്കണം പറയുന്നത്. ആണോ? സീരിയസ് ആണോടാ റോബിനെ? കേൾക്കട്ടെ, ഒരു പേരാണ് ചേച്ചി, കേൾക്കാത്തൊരു പേരാണ് ചേച്ചി. അതന്നെ, അത് നമുക്ക് ബാക്ക് പോയി എടുക്കാം. ഏട്ടാ ഇനി അടുത്ത ആഴ്ച ടുഗദർ ഇടുമ്പോൾ ഏട്ടൻ കയറും. അടുത്ത ആഴ്ച ടുഗദർ നമ്മൾ ഫിക്സ് ചെയ്തു ടൈം. കള്ളം കാളിച്ചേട്ടൻ പൊക്കോണം, പച്ചക്കള്ളം പറയുന്നുണ്ട്. സാരമില്ല, എനിക്ക് എപ്പോൾ വേണേലും കയറാന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ, വരണ്ടേ? സൺഡേ ടുഗദർ വരുമോ? എടി ദുഷ്ടേ, ടുഗദർ ഇനി മറ്റേ ടൈം 1 മാസം കഴിയും. പ്രിയേച്ചി ഏതോ പെണ്ണ് പേരാണ് എന്ന് പറയുന്നുണ്ട്. പെണ്ണിന്റെ പേരാണോ? ഒരു സിനിമാ നടനാണെന്ന് പറഞ്ഞു ടുഗദർ പറഞ്ഞത് ആണെന്ന് പറഞ്ഞാണ് കയറുന്നത്. എന്നാലും ഞാൻ ശരിക്കും കയറും വിചാരിച്ച്. ആണോ കുക്കൂസ്? ഇനി വരുവാണെങ്കിൽ ചവിട്ടി കൂട്ടി അയലയിൽ ഇടാന്ന് പറയുന്നുണ്ട്. ഇനി എന്തായാലും നാളെ വരാൻ പറ്റൂ. 24 മണിക്കൂർ കൊടുത്തിട്ടുണ്ട് ടൈം ഔട്ട്. പ്രിയമളെ വിളിക്കുന്ന ഫസ്നി. ഏത് സിനിമ നടനാ? ആരത് ചോദിക്കുന്നുണ്ട് ഫസ്നി. നീ ഉണ്ടായിരുന്നോ പ്ലാച്ചി? അണക്ക് എന്തിന് ബ്ലൂം പ്ലാച്ചി ഉണ്ടായിരുന്നോ എന്തോ? ഇൻഫിദ. അത് തന്നെ പ്രിയച്ചി, ഇൻഫിദ അതാണ് പേര്. അതന്നെ. കാളിച്ചേട്ട കള്ളം പറയുന്നുണ്ട്. ഇൻഫിദ എന്നാണ് പ്രിയ ചേച്ചി പേര് എന്ന് പറഞ്ഞു. അതെ കഴിച്ചോ? അതന്നെ സാംബ്രോ, ഇൻഫിദ. ഈ ചെക്കനുണ്ടായിരുന്നു ജാർവി. പ്രിയ ചേച്ചി അവനോടും ചോദിക്ക്. എല്ലാവർക്കും അവസരം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ എന്നെ കയറ്റിയാൽ മതി. അങ്ങനെയില്ല കേട്ടാ. ഈ കോപ്പൻ ഇവിടുന്ന് വന്നു, ഇവിടെയും വന്നു. ചേച്ചിക്ക് അറിയോ എവിടെ നിന്ന് വരുന്നോ എന്തോ? പ്രിയച്ചിക്ക് അറിയണതാ. അവൻ എന്തിനു ടൈം ഔട്ട്? കുക്കൂസിനെ കളിയാക്കിയതിന് അവൾക്ക് വിഷമമായി. പ്രിയച്ചി ഞാൻ വിചാരിച്ചു കുക്കൂസ് ഫ്രണ്ടാണ്. അതെ, ഞാനും അതാണ് വിചാരിച്ചത്. ഞാൻ ഇവിടെ ഇരുന്ന് ചോദിച്ചു അവളടുത്ത്, നിനക്ക് അറിയുന്നതാണല്ലേ? എന്നിട്ട് ഇവിടെ സാമേട്ടനും വേറെ 2-3 പേരും കൂടെ ചോദിച്ചു, കുക്കൂനെ അറിയുന്നതാണല്ലേ? ഞങ്ങൾ അങ്ങനെ വിചാരിച്ചത്. പ്രിയ ചേച്ചിയുടെ പേര് ഇൻഫിത്തായോ? പ്രിയ ചേച്ചിയുടെ അല്ല, നജ പൊട്ടിക്കുട്ടി. നജ അതിനെക്കാട്ടിലും ഇടയെ കയറി വന്നിട്ട് ചോദിക്കണോ. ചൊറിയനാണ് ഇൻഫിത്ത. നജ പറയുന്നുണ്ട്. ആരാണവൻ? പോയി. അതിനൊക്കെ എന്തിനാണ് ബ്ലൂ കൊടുത്തേക്കുന്നത്? ജാർവിനെ ഒക്കെ എടുത്ത് കളയാന്ന് പ്രിയ ചേച്ചി. എനിക്ക് വയ്യ. ഓക്കെ മേഡം, എനിക്കൊരു ഓർഡർ ഇപ്പോൾ വരുവേ. സ്ക്രീൻഷോട്ട് അഡ്രസ്സ് വന്നു. പേയ്മെന്റ് ഇപ്പം വരും. ഞാൻ വർക്ക് ചെയ്യുന്നു, കമൻസ് വായിക്കുന്നു ഗൈസ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചാറ്റ് ചെയ്തോ കേട്ടോ. ഹലോ സർ. ആദ്യം നല്ല സീരിയസ് ആയിരുന്നു, നടക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറഞ്ഞ് വന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും 2 മന്ത് ഹാർഡ് വർക്ക് എടുക്കാൻ പറ്റൂല. അതെന്തുവാടാ അത്രയും നടക്കാൻ പറ്റാണ്ട്? ബാക്ക് പെയിൻ. അപ്പം അത് ശ്രദ്ധിക്കണമല്ലോ.
നീ ബാക്ക് പെയിൻ ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് മുന്നേ. അപ്പൊ ഞാൻ മറ്റേ നോർമലി നമുക്ക് ഉണ്ടാവല്ലോ ബൈക്കൊക്കെ ഓടിക്കുമ്പോ വരുമല്ലോ, ഞാൻ അങ്ങനെ വിചാരിച്ചത് കേട്ടോ. ഇപ്പോഴാണ് മനസ്സിലായത് സീരിയസ് ആണെന്ന്. അപ്പം നീ എന്തായാലും നല്ലോണം റെസ്റ്റ് എടുക്ക്. ബാക്ക് പെയിൻ ഒക്കെ ആകുമ്പോഴേ വർക്കൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എനിക്ക് പേയ്മെൻറ്റ് വന്നു ഗൈസ്, ഒരു മിനിറ്റ്. ഒരു മെഷീൻ്റെ ഓർഡർ വന്നു. ഇവിടെ ഒരുത്തൻ വന്നു, അവൻ്റെ പേരാണ് ഇൻഫിത്ത. അത് തന്നെ, പ്രിയമ്മയാറി ഉള്ളവർക്ക് ഉണ്ടായിട്ട് സുജി കോള് ചെയ്യാൻ പോയി വരുന്നവരെ നിങ്ങൾ വെച്ചോണ്ടിരുന്നോ ചോദിക്കുന്നുണ്ട്. അതെ അതെ, പ്ലാച്ചുവിനെ ഞാൻ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ചേച്ചി. അവനെ ഹൈഡായ മെസ്സേജ് ഷോ കൊടുക്കാനൊന്നും അറിയൂല, ഇന്നാണ് പറഞ്ഞു കൊടുത്തത്. അതുപോലെ അനീഷിന് ടൈം ഔട്ട് കൊടുക്കാൻ അറിയില്ലായിരുന്നു, അവൻ ഒരു വട്ടം ഹൈഡാ കൊടുത്തേ. എന്നിട്ട് അവനെയും പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ബ്ലൂക്കാരൊക്കെ എൻ്റെ ചാനലിലാണ് പിച്ച് വെച്ച് പഠിക്കുന്നത്. നമുക്ക് പിന്നെ അധികം നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് പഠിച്ചു വരുന്നു. ജാവിസായി ശരി, നേരത്തെ വന്നാണല്ലേ. അതെ അതെ, നജ അല്ല ഞാനാണത്. ആരോ നജ അല്ല ഞാനാ, അതാരോ അവൻ്റെ ഇൻഫിത്ത റാഹിലത്ത്. ആരാ അവള്? പെണ്ണെല്ലാം തോന്നടാ. എന്നുവെച്ചാൽ ഞാനൊരു 10 മിനിറ്റ് മുൻപ് വന്നാണെന്ന് പറഞ്ഞു. പ്ലാച്ചു ആണോ ഇൻഫിത്ത? പ്ലാച്ചു അല്ല, പ്ലാച്ചു അത് ചെയ്യൂല. ഫേസ് വൈസ് ആണെങ്കിൽ നേരെ ചേട്ടൻ കൂട്ടനെ ശരിയാക്കാറുണ്ട്. ഇങ്ങനെ ലൈവിൽ ഒക്കെ അങ്ങനെ പറയാമോ എന്നൊന്നും അറിയില്ലല്ലോ. എൻ്റെ ഫ്രണ്ടല്ല കുക്കൂസ് ഹായ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഹായ്. അത് തന്നെ, കുക്കൂസ് ഹായ് എന്നാണ് ഫസ്റ്റ് മെസ്സേജ്. അപ്പം കുക്കൂസ് ഹായ് ഇൻഫിത്ത. അപ്പം ഫസ്റ്റ് കയറി വരുമ്പം കുക്കൂസിന് ഹായ് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇവളുടെ ഫ്രണ്ടാണെന്ന്. നമുക്ക് ശരിയായി കൊടുക്കാവനെ. നജ നീ അല്ലേ ചോദിക്കുന്നുണ്ട്. നജ അതെ അതെ, നജ കുക്കുവിനെ ചൊറിഞ്ഞ ഒരുത്തൻ അതാണ് പറയുന്നുണ്ട്. അതെ, ജാർവിസിനെ ഞാൻ നേരത്തെ വന്നപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഇൻഫിത. പ്രിയു ഞാനോ? അത് ശരി, അപ്പം ഇൻഫിത ആരാ? അതിന് ടൈം ഔട്ട് കൊടുത്തടാ. അത് ഏതോ ഒരു നെഗറ്റീവ് റാഹിലത്താണോ? ഞാൻ അതൊന്നും കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. കുക്കൂസേ നെക്സ്റ്റ് ടൈം വരട്ടെ, എടുത്ത് ചവിട്ടി കൂട്ടാം. എന്തായാലും ആ പേര് ഓർത്ത് വെക്കാം. ഇതുവരെ കേൾക്കാത്ത നെയിമാണ് ഇൻഫിത. അതാണ് നജ. നീ പറഞ്ഞ തെറിയൊന്നും പറഞ്ഞില്ല, കുക്കുവിനെ കളിയാക്കി. ചെറിയാൻ വരുന്നവർക്കുള്ള പേരുകൾ പിന്നെ അമ്മാതിരി പേരുകളായിരിക്കും, നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന പേരായിരിക്കില്ല ഫസ്റ്റ്. റാഹിലത്തെ ഇൻഫിത ബട്ട് ഗേൾസിന്റെ നെയിം പോലെ പറയുന്നുണ്ട്. അതെ അതെ അതെ, ആരടാ ചോദിക്കുന്നുണ്ട്. ജെസിനെ വാടാ. ജെസിൻ ഭക്ഷണം കഴിച്ചുവോ? കുക്കൂസ് ഡോൺ പറയും മുത്തയ്യ, അവനെ നമുക്ക് തൂക്കാം ഇനി വരുമ്പോ. അതെ കുക്കൂസേ, നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ നെഗറ്റീവ് തോന്നിയാൽ നീ തന്നെ സ്പോട്ടിൽ കൊടുത്തു അടി കേട്ടാ. വേലിന്റെ പേരും വെച്ച് വേട് പറയാൻ ആള് വരുമല്ലോ പറയുന്നുണ്ട്. പ്രിയ ചേച്ചി ഞാനുണ്ടെങ്കിൽ സെറ്റായി. അതെ അതെ, ഫസ്റ്റിനെ ഉണ്ടെങ്കിൽ ടെൻഷനേ ഇല്ലായിരുന്നു. ജെസിൻ ഒരു ഇൻഫിത കുക്കൂസിനെ കയറി ചൊറിഞ്ഞ്. രാഹു അതാണ് നിന്നോട് ഞാൻ ചോദിച്ചത്, നീ കണ്ടില്ലേ? അവള് പോയിണ്ടായി, ഭക്ഷണം കഴിക്കാൻ പോയി തോന്നും. സുശിച്ചി എനിക്ക് ഹൈഡ് ആയതുകൊണ്ട് അൺഹൈഡ് ആക്കാൻ അറിയും. സുശിച്ചി എനിക്ക് ഹൈഡ് ആയതൊക്കെ അൺഹൈഡ് ആക്കാൻ അറിയും. ജാർവി നീ അതെങ്കിലും പഠിച്ചില്ലെങ്കിൽ മോശമാടാ, നീ അതെങ്കിലും പഠിക്ക്. എൻ്റെ ബ്ലൂ കാറിലെ മറ്റേ ഫസ്നിക്ക് വെച്ച് വേറെ ഒന്നും അറിയൂല. ബാക്കി എല്ലാവരും പഠിച്ചു വരുന്നു. റൈറ്റ് ജെസിൻ ബ്രോ പറയുന്നത്. പ്രിയ ചേച്ചി നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. റൈറ്റ് ജെസിനേട്ടാ. നജ നിനക്ക് ക്ലാസ് ഇല്ലേ ചോദിക്കുന്നുണ്ട്. പ്രിയ ചേച്ചി ഇത് ഞാൻ വന്നപ്പോഴേക്കും എടുത്ത് കളഞ്ഞില്ലേ? ഇല്ലേ ഞാൻ ഓക്കെ ആക്കിയണേന്ന് പറയുന്നുണ്ട്. പ്ലാച്ചി സൂപ്പർ. അതേ പറഞ്ഞു വിട്ടോ? പറഞ്ഞു വിട്ടടാ. ഇല്ല അതെ എനിക്ക് അറിയൂല. മട്ടൻ പൊട്ടൻ വേണ്ടി തലേ ചേട്ടാ, റെസ്പെക്റ്റ് കൊടുത്തിട്ടാണ് വേണ്ട ചേട്ടാന്ന് വിളിച്ചത്. അതെ അതെ, ഞാൻ കുറെയൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടാ. ചേച്ചി അതല്ലേ ഇവിടെയും വേണ്ട എന്ന് പറഞ്ഞു. ഗീവ് റെസ്പെക്ട് പ്രിയ ചേച്ചിയിലെ. പ്ലാച്ചി പ്രിയ ചേച്ചി പറയുന്നത് കേട്ടോ? സാംബ്രോ ജെസിൻ ബ്രോ കേട്ടോ? കുക്കൂസ് നമ്മുടെ പെൺപടകൾ ആൺകുട്ടികളെക്കാൾ പുലികളാണ്, പവറാണ്. അണക്കും കുറച്ച് ട്രെയിനിങ് തരാനുണ്ട്. ഞാൻ നിവിൽ ബ്രോയ്ക്ക് ജൂൺ കഴിഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇവർക്കും കൊടുക്കാന്ന് പറയുന്നുണ്ട് ഫസ്ലി. എന്താണ് ജാർവിസ് ബ്രോ ഇഷ്ടപ്പെട്ടില്ലേ? ആ ചേട്ടനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? ചതിച്ചോ? അതല്ല കുക്കൂസേ, പ്രിയ ചേച്ചി പറഞ്ഞില്ലേ നമ്മുടെ പെൺപടകള് ആൺപിള്ളേരെക്കാട്ടിലും പവറാണെന്ന്. അതാണ് അവന് പിടിക്കാഞ്ഞത്.
ഹുസൈൻ അതോളെ കണ്ടുപിടിക്ക് പറയുന്നുണ്ട്. ഇവന്മാരൊക്കെ എനിക്ക് മിസ്സാവുന്നല്ലോ. ശേ, ജസ്സിന് എന്റർടൈൻമെന്റിനുള്ള വകകളൊന്നും കിട്ടുന്നില്ല. കഴിഞ്ഞിട്ടാണ് വരുന്നത്. കുസെ ചേട്ടനൊന്നും വിളിക്കില്ലേ അതിനെ പറയുന്നുണ്ട്. അവൾ ഇപ്പോഴും വിളിക്കണോക്ക്. കുക്കൂസെ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോ കുക്കൂസെ? അല്ല, നീ